82 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ചേച്ചി കലാപ്രവർത്തനമായിട്ടൊന്നും? കലാപ്രവർത്തകർ കലമായിട്ടുള്ള ബന്ധം, കലമായിട്ടുള്ള പ്രവർത്തനം മാത്രമേ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ഒരേ ഒരൊറ്റ വ്യക്തിയാണ് ഈ ഒബാമ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇതുപോലെ വിളിക്കും, ഇവിടെ വല്ല സീറ്റ് വല്ല കിട്ടും, ഇവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ വല്ല സീറ്റ് വല്ല കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ സീറ്റ് ഇപ്പൊ ടാപ്പിംഗ് ഒന്നുമില്ല, സീറ്റിന് വലിയ വിലയില്ല, ഒട്ടിറക്കാണെങ്കിൽ 150 രൂപ കിലോയ്ക്കെന്ന് പറഞ്ഞു. ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ല എന്ന് പറഞ്ഞിട്ടേ അവരെന്നെ പരീക്ഷയ്ക്ക് തോൽപ്പിച്ചു. നീ എന്നാണ് ക്ലാസ്സിൽ പോകാത്തത്? പരീക്ഷയായിരുന്നു, നിസ്സാരം പരീക്ഷയായിരുന്നു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ല. നമസ്കാരം. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഒരു നന്ദിയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം നമുക്ക് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും കോളായിട്ടും മെസ്സേജസ് ആയിട്ടും ഒരുപാട് ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മളെ ഷോനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പച്ചക്കള്ളമാണ് നീ പറയുന്നത്, പച്ചക്കള്ളം. എടാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ നീ ഇറങ്ങിയില്ല, എനിക്കറിയാം, നീ പറ. പിന്നെ നമ്മൾ ആങ്കറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരാജേട്ടന്റെ എന്റെ ആങ്കറിങ് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു തള്ള സഹിക്കൂല. എന്തിനടാ ഇങ്ങനെ നുണ പറയുന്നത്? ഞാനത് വിഡ്ഢിയോ? നീ ബസ്സിൽ കയറിയെങ്കിൽ എന്റെ ശബ്ദം നീ കേൾക്കണമല്ലോ. പിന്നെ നമ്മളെ കോമഡി സ്കിറ്റുകൾ ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായിട്ടുള്ള കോമഡി ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ഓരോ കമന്റ്സും നമുക്ക് കിട്ടുന്നത്. എന്തിനടാ ഇങ്ങനെ ഈ കല്ല് വെച്ച നുണ പറയുന്നത്? എടാ നീ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി. ആ ബസ് വളരെ മോശമാണ്. നിന്റെ അടുത്ത് ഞാൻ ഇറങ്ങിയിട്ട് നീ സംസാരിച്ചാൽ മതി എന്നോട്. ഹലോ, നീ എന്താ ശബ്ദം മതി സംസാരിക്കാൻ? ഹലോ എടാ ആണിന്റെ ശബ്ദത്തിൽ സംസാരിക്കാം. ഹലോ ചേട്ടാ, ഇവിടെ സുധാര ഒരു മിനിറ്റ്. അല്ല, എന്താ ഇവിടെ പരിപാടി? അല്ല, ഞാൻ ഒരാളിനെ അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ ഉണ്ട്. അതെ, ആൾ അവിടെ പുറത്തായിരിക്കും. ചേട്ടാ, ഇതൊരു ഫ്ലോർ ആണ്, നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണം. ചേട്ടാ ഒന്ന് അവിടെ പോയി സംസാരിക്കും. കുറെ നേരമായി നമ്മൾ ഇല്ല കൊച്ചേ, ഇവിടെ ഉണ്ട്. ആളുടെ കൂട്ടത്തിൽ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ചേട്ടാ അവിടെ പോയിട്ട് തെറിയോ, നമുക്ക് ഇവിടെ ഷോ തുടങ്ങാലോ. നിങ്ങൾക്കൊക്കെ പൈസ തരുന്ന പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ഇവിടുത്തെ മെയിൻ ആളാണ്. ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ മെയിൻ ആള് വന്നാലേ ചേട്ടൻ പോവുള്ളൂ? ആ, മെയിൻ ആള് വരണം. ഉറപ്പാണോ? ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് മണിക്കൂട്ടൻ. ചേച്ചിയുടെ പേരെന്തര്? ചേച്ചിയോ? ഇത്രയും മേക്കപ്പ് കൂട്ടി ഈ നല്ല കോസ്റ്റ്യൂം ഇട്ട് എന്നെ നിക്കണേ നിങ്ങൾക്ക് എന്നെ ചേച്ചിന്നാണോ വിളിക്കാൻ തോന്നുന്നത്? സോറി, അമ്മച്ചിയുടെ പേരെന്തര്? അമ്മച്ചി? നിങ്ങളടുത്ത് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. നമുക്ക് ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് പേര് പറഞ്ഞുകൂടെ? എന്റെ പേര് ദേവിക. ദേവിക എന്ന് വിളിച്ചാൽ മതി. അമ്മച്ചി, ചേച്ചി, ഊച്ചി ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ശരി. ഓക്കെ. മറ്റേ ആള് ഇവിടെ ഉണ്ട്, വരും. ഇവിടെ ഒരു സുരാജേട്ടൻ വരണ്ട്. സുരാജേട്ടൻ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പൊക്കോളൂ. അവനങ്ങനെ വിളി. അവനാ? അങ്ങനെ വിളിക്കേ. അങ്ങേരല്ല, അദ്ദേഹം. അദ്ദേഹത്തെ വിളി. അദ്ദേഹത്തിനെ വിളിച്ച ചേട്ടൻ പൊക്കോളൂ. ഓ, സന്തോഷം. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജേട്ടൻ. ഹായ്, നമസ്കാരം. സുഖമല്ല എല്ലാവർക്കും? ദേവിയേക്ക് സുഖമായിട്ടിരിക്കുന്നു. ബന്ധുക്കളെയൊക്കെ കൊണ്ടാണോ നേരെ പ്രോഗ്രാമിനൊക്കെ പോയിരുന്ന? ആരാ? ആങ്ങളെയോ? സുരാജേട്ടാ മനസ്സിലായില്ല. ഇദ്ദേഹം ഇവിടെ വന്ന ഒരാളാണ്. നമ്മളെ ഷോനെ കുറിച്ച് ബുക്കി പറയുമ്പോ ഇയാൾ അവിടെ നിന്നിട്ട് ഓരോ വൃത്തിയായിട്ട വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്കറിയില്ല. സിനിമ അല്ലേ? അതെ. എന്ത് പറ്റി? സന്തോഷം. നമ്മുടെ നാട്ടിലൊക്കെ സന്തോഷം ഇങ്ങനെ ആക്കും. ഇങ്ങനെ ഒന്ന് തൊട്ടോട്ടാ. തൊട്ടുള്ളൂ. ഭയങ്കര ആഗ്രഹമാണ് സിനിമാ നടന്മാരെ എല്ലാം. ഞാനും ചെറുതിലേക്ക് എങ്ങനെയാണ് ഒരു സിനിമാ നടനെ കണ്ട ഒന്ന് തൊട്ടു നോക്കാൻ തോന്നും, ഒന്ന് നുള്ളി നോക്കാൻ തോന്നും. ഇവർക്ക് ബ്ലഡ് വരുമെന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി ചിലപ്പോഴിങ്ങനെ ബ്ലൈഡൊക്കെ എടുത്ത് ഇങ്ങനെ ഉരയ്ക്കാറൊക്കെ ഉണ്ട്. ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടാ. ഓക്കെ, ഒരു ആരാധകന്റെ ഇഷ്ടമല്ലേ? ശരി, ഓക്കെ. ഒരു കടി കേട്ടാ. കടി അടിച്ചു എന്റെ പല്ല പറഞ്ഞത് എന്താണ്? എനിക്ക് കടിക്കണോ എന്നെ? അല്ല, നിങ്ങളാരാ? അല്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. സിനിമയിൽ അഭിനയിക്കാൻ ഇവിടെ എന്തിനാ വന്നത്? അല്ല, എന്റെ വീട്ടിനടുത്തുള്ള അണ്ണൻ പറഞ്ഞ് നമ്മൾ ഈ സിനിമയിലൊക്കെ കയറണമെങ്കിൽ ആദ്യം കോമഡി പരിപാടി കയറി തല കാണിക്കണം, അത് പോയി സിനിമയിൽ കയറാം. അപ്പൊ ഇത് കോമഡി പരിപാടിയല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ ഇതില് കലാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സിനിമയിൽ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് മനസ്സിലായതാണ് ഇവിടെ വന്നത്. ആരാ വരാൻ പറഞ്ഞത്? അത് എന്റെ വീടിനടുത്തുള്ള ഒരു സുധാരൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന എന്തെങ്കിലും കലാപരമായിട്ട് നാടകം
നാടകം വളരെ നല്ലൊരു കലയാണ്. കാരണം നാടകത്തിൽ നിന്നും പിന്നെ മിമിക്രിയിൽ നിന്നുമാണ് പലരും സിനിമയിലേക്ക് സജീവമായത്. ഓക്കെ, നാടകത്തിലെ ഏത് തരം വേഷങ്ങളൊക്കെയാണ്? നാടകത്തിലെ ഒരു ഉഗ്രൊരു വേഷം ചെയ്തിട്ടുണ്ട്, അതിനാണ് കയ്യടി കൂടുതൽ കിട്ടിയ. ആണോ? ഞാനൊരു ശവത്തിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. ശവത്തിന്റെ വേഷം ചെയ്തതിന് നല്ല കൈയടിയൊക്കെ കിട്ടിയോ? ഉഗ്ര കൈയടിയാണ്. എടാ, ശവത്തിന്റെ വേഷം ആർക്കും ചെയ്യാലോ, അത് മിണ്ടാതെ കണ്ണുടച്ച് ഇങ്ങനെ കിടന്നാ പോരാ, ചത്ത മാതിരി. ശവത്തിൽ ഇങ്ങനെ കിടന്നാ മതി, ശവനിട്ട് സല്യൂട്ട് അടിച്ച നാടകം പൊളിയൂലേ. ഈ സാറ് എന്തൊക്കെ വിളിച്ചത്? അത് ശരിയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും? വേറെ മിമിക്രി പറയും. മിമിക്രി വളരെ നല്ലതാണ്. സിനിമയിൽ കയറാനുള്ള ചവിട്ടുപടിയായിട്ടാണ് ഇപ്പൊ മിമിക്രി എല്ലാവരും കണക്കാക്കുന്നത്. ഓക്കെ, മിമിക്രിയിൽ എന്തെങ്കിലുമൊക്കെ? മിമിക്രിയിൽ ഞാൻ തബലയുടെ ശബ്ദം പറയും. ആര് പറയും? ഞാൻ പറയും. തബലയുടെ ശബ്ദം പറയും. എടുക്കും. ശരി, ആരെടുക്കും? ഞാൻ എടുക്കും. എവിടുന്ന് എടുക്കും? ബാങ്കിന്റെ ലോക്കർ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തോണ്ട് വരാം. എന്റെ സാറേ, ഈ ശബ്ദങ്ങളൊക്കെ എടുക്കുന്ന തൊണ്ട കൊണ്ടല്ലേ? അതെ. സാറിന് അറിയാൻ പാടില്ലാത്താണോ? എനിക്കറിയാം. സാറ് പണ്ട് മിമിക്രി കാണിച്ചതല്ലേ? പല നർമ്മകലയിലും സരികയിലൊക്കെ കാണിച്ചതല്ലേ സാറ്? അതെ. ഇപ്പൊ മെഗാസ് സാർ നടത്തുന്നുണ്ടല്ലേ? അല്ല, ഞാനല്ല, എന്റെ ഒരു സുഹൃത്തുണ്ട്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് സെന്തിൽ എന്ന് പറയും. ആൾക്ക് ഇത്തിരി വട്ടുമുണ്ട്. എന്തായാലും സാറിന് ഇപ്പൊ തവലൊരു ശബ്ദം കേൾക്കണം, അത്രയല്ലേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. ഭയങ്കര കൈയടി കിട്ടിയ സാധനമാണ്. ഇതല്ല, പട്ടി വെള്ളം കുടിക്കുമ്പോ ഇത് മാത്രമേ വന്നുള്ളൂ, ഈ ഗമകം വന്നില്ലല്ലോ. തവലയുടെ ശബ്ദം എന്ന് പറയുമ്പോ അതൊക്കെ വരണം. അതാണ് ഞാൻ ഇങ്ങനെ ആക്കുമ്പോ സാറ് സൈഡിൽ ഇരുന്ന് നഗ സൂപ്പർ ആയിരിക്കും. അപ്പൊ താൻ കിടന്ന് അടിക്കണം, ഞാൻ ഇവിടെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് ആക്കണം. ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന ഞാൻ അല്ലേ? കണ്ട സിനിമയിൽ ഇപ്പൊ സജീവമായിട്ട് നിൽക്കുന്ന ഞാൻ ഇവിടെ തനിക്ക് അടിക്കുമ്പോ ഞാൻ ഇങ്ങനെ ആക്കണം അല്ലേ? പണ്ട് പല ഉത്സവ പറമ്പിലും ആക്കി ഇവിടം വരെ എത്തിയപ്പോ ഇപ്പൊ അഹങ്കാരം, ഇപ്പൊ ഇതിനോട് പുച്ഛം. അല്ല സാറേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. തനിക്ക് സിനിമയിൽ അഭിനയിക്കാനല്ലേ വന്നത്? അത് ഞാൻ എന്ത് വേണമെങ്കിലും സിനിമയ്ക്ക് എന്ത് ചാവാൻ വരെ തയ്യാറാണ്. എടോ, താൻ ഒരു കാര്യം മനസ്സിലായി, ഈ സിനിമ എന്ന് പറഞ്ഞ നിസ്സാര സംഭവമല്ല. അറിയാം. ചിലപ്പോ ഒരു 10-25 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് ചാടേണ്ടി വരും. നമുക്ക് ഡബ്ബിയാലോ? നമുക്ക് ഡബ് ചെയ്ത് ശരിയാക്കാലോ. അതങ്ങനെ 25 നില കെട്ടിടത്തിന്റെ താഴേക്ക് ചാടി ഡബ് ചെയ്യുന്ന അങ്ങനെ? സാറേ, ഈ മോഹൻലാലൊക്കെ ഇതിന്റെ മേളിൽ നിന്ന് ചാടുമ്പോഴത്തേക്ക് മോഹൻലാലിന് പകരം വേറൊരാളൊന്ന് ചാടുമല്ലോ, അതേപോലെ നമുക്ക് ഡബ് ചെയ്യാം. എന്റെ സുഹൃത്തെ, അത് ഡബിങ് അല്ല, അത് ഡ്യൂപ്പാണ്. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അതൊക്കെ തനിക്കൊന്നും അങ്ങനെ ഡ്യൂപ്പൊന്നും കിട്ടാറില്ല. അല്ല, എന്നാലും സാർ അങ്ങനെ ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നു. എടുത്തോ, പെട്ടെന്നാവട്ടെ. ദൈവമേ, ഓരോ തലവേദനകൾ ഇങ്ങനെ കയറി വരുമല്ലോ. അത് പോവാൻ പറ്റേ അറിയണമല്ലോ. മൊലാളി കേൾക്കുന്നുണ്ടോ? മൊലാളി പൊക്കോ, ഇത് ഞാൻ ക്ലിയർ ചെയ്തോളാം. ഹലോ മൊലാളി, ഞാൻ ഇവിടെ പറയുന്നത് മൊലാളിക്ക് അവിടെ കേൾക്കാമോ? മൊലാളി, ഞാൻ ഇവിടെ സ്റ്റാൻഡിലുണ്ട് മൊലാളി. വണ്ടി എവിടെ? വണ്ടി എന്റെ കയ്യിലുണ്ട് മൊലാളി. പിന്നെ ഒരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. എന്ത് മൊലാളി? ജനുവരി 1 ഓട്ടം പിടിക്കരുത്, അന്ന് എന്റെ ഫാമിലി ആയിട്ട് ഗുരുവായൂരൊക്കെ ഒന്ന് പോണം. അപ്പൊ മറക്കണ്ട, ഓർത്ത് വെച്ചോ, ജനുവരി 1. ജനുവരി 1 ഓർത്തേ. അതെ, ഇവിടെ ഷോ നടക്കാനുള്ള ടൈമാണ്. ഇനി ഇവിടെ കൂടുതൽ സമയം നിൽക്കരുത്. പിന്നെ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഈ വരുന്ന ഡിസംബർ 15-ാം തീയതി ഇവിടെ ഒരു ഓഡിയോ ഷോ നടക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറ. എന്നാ ഡിസംബർ 15. ഒരു സെക്കൻഡ്, ഞാൻ മൊലാളി വിളിച്ചോട്ടെ. മൊലാളി, ഹലോ, ഞാനാണ് മണിക്കുട്ടൻ. എന്താടാ? മൊലാളി, എനിക്ക് ഡിസംബർ 15-ാം തീയതി സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടി. അതുകൊണ്ട് ഈ ഡിസംബർ 15-നല്ലല്ലോ മൊലാളി പറഞ്ഞ ജനുവരി 1. മൊലാളി പിണങ്ങി. എന്താ പേരെന്താ? മണിക്കുട്ടൻ. എന്റെ പൊന്നു മണിക്കുട്ടൻ, ആദ്യം അക്ഷരാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഇപ്പൊ സിനിമയിൽ നിൽക്കാൻ പറ്റും. അത് നിനക്ക് ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ചാൻസ് എനിക്ക് എങ്ങനെയെങ്കിലും സാറിന് ചാൻസ്? ഇപ്പൊ ഇവിടെ ചാൻസ് ഒന്നുമില്ല. താനൊന്നും മാറിപ്പോയെ. ഇവിടെ ചാൻസ് ഒന്നുമില്ല. ഇല്ല, തരില്ലേ? ചാൻസ് ഇല്ലാന്ന് സാറൊന്നല്ലേ വേണ്ട. എന്നെ ഇവിടെ വിളിച്ചു വരുത്ത ഒരാളുണ്ടല്ലോ. അതാരാ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇതിന്റെ മെയിൻ ആളാ പുള്ളിക്കാരൻ വരട്ടെ. ഇതിന്റെ മെയിൻ ഞാനാണ്. അല്ലല്ല, പുള്ളിക്ക് ആ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടനാണ് ഇതിന്റെ മെയിൻ ആള്. ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ എന്ത് നടക്കും ഈ ലോകത്തുള്ള എല്ലാ ചേട്ടനും അറിയാം. അത് ശരി. അപ്പൊ ഞാൻ അറിയാത്ത ആ ഒരു വലിയ മനുഷ്യൻ ആരാ? അത് ഞാൻ പറഞ്ഞ ചേട്ടനാണ്. ഹലോ, ഈ അണ്ണനാണ് ഞാൻ പറഞ്ഞത്. ഈ അണ്ണൻ എല്ലാരും അറിയാം, ലോകത്തുള്ള എല്ലാരും അറിയാം. വീടൊക്കെ കിട്ടിയാ? ഞാൻ മന്ത്രി അടുത്ത് വിളിച്ചു പറഞ്ഞ വീട് കിട്ടിയത് കേട്ടാ. പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? കൊള്ളാം, പഠിക്കുന്നുണ്ടോ?
വിദ്യാഭ്യാസ മന്ത്രി എടുത്ത് ഞാൻ പറഞ്ഞ റെഡിയാക്കിയത് കേട്ടാ. എന്നെ ഇവിടെ ചേച്ചി സുഖമല്ലേ? കക്കുസ കിട്ടിയല്ല. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടേ കല്ലൂടിയൊക്കെ നിർത്തണം കേട്ടാ. കേരളൊക്കെ പാടി പോകും. ഞാൻ പറഞ്ഞിട്ടേ അല്ല ശരിയാക്കിയത് കേട്ടാ. ഹലോ, അതെ അതെ. അല്ല, ആ മന്ത്രിയുടെ നിവേദനം ഞാൻ കൊടുത്തായിരുന്നല്ലോ. ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ട് അവർക്ക് 2 ലക്ഷം രൂപ ഞാൻ മേടിച്ചു കൊടുത്തായിരുന്നു. അതെ 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 അതെ. അല്ല, DGP അടുത്ത് ഞാൻ പറയാം. ഓക്കെ ഓക്കെ ശരി ഓക്കെ. ഹലോ. ഓക്കെ. അല്ല അല്ല, മന്ത്രി എനിക്ക് അറിയാമോ? മന്ത്രിയും പോലീസിനെ എനിക്ക് അറിയാമോന്ന് ചോദിക്കുന്നവര്. നിങ്ങൾക്ക് മന്ത്രിയും പോലീസിനെ അറിയത്തില്ലല്ലോ ആദ്യം. അപ്പടി ആ മന്ത്രിയും പോലീസിനെ ഇത് പിടിച്ചേ. എന്റെ അണ്ണനുണ്ടല്ലോ, മന്ത്രി എന്ന് വേണ്ട, MLA എന്ന് വേണ്ട, DGP എന്ന് വേണ്ട, സകല പേരെ എന്റെ അണ്ണനറിയാം. ഈ കേരളത്തിലുള്ള എല്ലാവരെയും ഈ പുള്ളിക്കറിയാം. അതാ അതിന്റെ പ്രത്യേകത. എന്തിനാ ഞാൻ കേന്ദ്രത്തിൽ ചെന്ന് മന്ത്രിയുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തള്ളിക്കളയുന്നത്? ഏതായാലും മുറി കെട്ടിപ്പൂട്ടി അങ്ങ് ഇടുകയുള്ളൂ. അതല്ല പറഞ്ഞ, ഏതായാലും മുറി കയറ്റി ഇരുത്തി AC ഓണാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് അണ്ണനെ അവിടുന്ന് പറഞ്ഞു വിടത്തുള്ളൂ. അത് ശരി. അറിയാം. അപ്പൊ താങ്കളാണ് പലർക്കും ചാൻസ് ഒക്കെ വാങ്ങി കൊടുക്കുന്ന ആള്. അതെ അതെ, ഞാനാ. ഈ സെക്രട്ടേറിയറ്റിലൊക്കെ നല്ല പിടിപാടൊക്കെ ഉള്ള ആളാണോ? അല്ല, ചിരിക്കട്ടെ ചിരിക്കട്ടെ. ചില കോമഡികൾ കേട്ടാക്കി ചിരിക്കും. അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞുതരാം. സെക്രട്ടേറിയറ്റ് ഞാനും തമ്മിലുള്ള ഇത് ബന്ധം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിൽ ഒരു സമരം നടന്നായിരുന്നു. അപ്പൊ ആ സമരത്തിന് നയിച്ചത് ഞാനാണ്. ഞാനാ ജയിച്ചത്. ഞാൻ നേരെ സെക്രട്ടേറിയറ്റിന് ആ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് ആ പടിയിൽ അവിടെ നിന്ന സമയത്ത് കുറെ പോലീസും സർക്കിളും DGP എല്ലാം കൂടെ ഓടി അടുത്തോട്ട് വന്നു. ബാക്കി പറഞ്ഞോളൂ. എന്നിട്ട് ഗേറ്റ് അങ്ങ് അടച്ച. അങ്ങനെയാണ് ഗേറ്റിനോട്ട് ചാടി പിടിക്കാൻ നിൽക്കുക. മരപ്പെട്ടി അള്ളി പിടിച്ചേക്കുന്ന പോലെ എന്ത് ചെയ്ത ഗേറ്റ് അത് വിടുവല്ല. അന്നേരം തന്നെ കുറെ പോലീസുകാർ ഓടിച്ചെന്ന് ജലപീരങ്കി എടുത്തോളൂ ഒറ്റയടി. നിമിഷ നേരം കൊണ്ട് തെറിച്ച് കിടന്നത് എവിടെയെന്നറിയാം? കരമന ആറ്റില്. ഇന്ന് രാവിലെ ഞാൻ ചെന്ന് വലയിട്ട് പിടിച്ചോണ്ട് വന്നതാന്ന്. അത് ശരിയാ, വലയിൽ കുരുങ്ങാനുള്ള സാധനമേ ഉള്ളൂ. അണ്ണൻ വരാൻ താമസിച്ചുണ്ട്. ഞാൻ സുരാജ് സാറിന്റെ അടുത്തൊന്ന് മുട്ടി നോക്കി. പക്ഷെ പുള്ളി നമ്മളെ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റം. പുള്ളി ഇപ്പൊ ഭയങ്കര സ്റ്റാർ ആയപ്പോ നമ്മളൊന്നും വേണ്ട. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, സിനിമ കയറാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ കോമഡി സൂപ്പർ നൈറ്റ് ആണ്. അപ്പൊ അത് മുഖേന ഞാൻ തന്നെ സിനിമ ഞാൻ കയറ്റും. അതിനിടയ്ക്ക് നീ സുരാജിന്റെ അടുത്തോട്ട് കയറി പോയി. അല്ല, അണ്ണന് സുരാജ് സാറിനെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു വേഷം കിട്ടും. ആര്? സുരാജ് സാറിനെ പരിചയം ഉണ്ടോ? എടാ, നിനക്ക് സുരാജ് സാറ്, എനിക്ക് പേരും ജുനാജ്. അതാ നമ്മൾ തമ്മിലുള്ള ബന്ധം. അല്ല, സുരാജ് വിളിക്കാം. അപ്പോഴും മനസ്സിലാവുമല്ലോ. വിളിക്കും. ഹലോ, വിളിക്കണം. സുരാജ്. ഹലോ സുരാജ്. ഹലോ, മാറിക്കോട്ടെ. ആരെ നിൽക്കാം അങ്ങോട്ട്. പുള്ളി ആരാന്നറിയാവോ? സുരാജ് വെഞ്ഞാറമൂടിനെ എന്നെ കാണിക്കുന്നത്. വിളി. എവിടെ ഉണ്ടല്ലിയാ? വെഞ്ഞാറമൂട് ജനിച്ചല്ല. ആ അളിയാ, ഞാനേ നമ്മുടെ സൂപ്പർ നൈറ്റിൽ ഒരു പയ്യനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള ഒരു പാവപ്പെട്ട പയ്യനെ. അപ്പൊ അവനൊന്ന് ചെറുതായിട്ട് കയറ്റി വിടണം. പാവം പയ്യനെ. ഓക്കെ അളി, ഓക്കെ. നമ്മള് സൈക്കിളിൽ പോയതും ഈ സൈക്കിളിൽ നിന്ന് വീണതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? സിനിമയ്ക്ക് പോയതൊക്കെ. ഓക്കെ ഓക്കെ അളിയാ. ഓക്കെ, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അണ്ണ ഇത് ആരെ വിളിച്ചത്? സുരാജ് വെഞ്ഞാറമൂടിന്. അപ്പൊ ഈ നിൽക്കുന്ന ആരാ? ഇതാണ് സുരാജ് വെഞ്ഞാറമൂട്. ഞാനാ സുരാജ് വെഞ്ഞാറമൂട്. ഹലോ സുഹൃത്തെ, വെഞ്ഞാറമൂട്ടിൽ ഈ ഒരു സുരാജ് മാത്രമേ ഉള്ള. ഇതാരിത്? ഇത് സുരാജ് വെഞ്ഞാറമൂട്. എടാ, ഇത് സുരാജ് വെഞ്ഞാറമൂട്. ഞാൻ വിളിച്ചത് വെഞ്ഞാറമൂട് സുരാജിന്. എന്റെ അണ്ണന് വെഞ്ഞാറമൂട് സുരാജിനെ മാത്രമല്ല അറിയാവുന്നത്. കട്ടപ്പന സുരാജിനെ അറിയാം, ഏലപ്പാറ സുരാജിനെ അറിയാം, കോട്ടയം സുരാജിനെ അറിയാം. എന്തിനേറെ പറയുന്നു, സുഷമ സുരാജിനെ വരെ ഞങ്ങളുടെ അണ്ണനെ അറിയാവുന്നു. സാറേ, ഇത് നടക്കില്ല. സാർ എനിക്കൊരു ചാൻസ് തരണം. അതെ, എനിക്കിപ്പോ ഒരു ചാൻസ് തരണം. ദാ ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ്. നിങ്ങൾ ഇനി ഒരു ചാൻസും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ മാറിയേക്ക്. ഞാനിപ്പോ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ ആരും ഉണ്ടാവരുത്. ഇല്ല 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 ഇല്ല. അല്ല സാറേ, പോലെ ഇല്ലാന്നേ. നീ എന്തിനാ പുള്ളിയുടെ പുറകെ നടക്കുന്നത്? നീ എന്തിനാ പുള്ളിയുടെ പുറകെ നടക്കുന്നത്? പുള്ളി ചാൻസ്. നിനക്ക് ഹിന്ദി സിനിമയിൽ അഭിനയിക്കണോ? നിനക്ക് ഹിന്ദി സിനിമയിൽ അഭിനയിക്കണോ? എന്റെ അണ്ണന്റെ നാക്ക് പൊന്നാ. നീ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന അമീർ ഖാൻ ഒന്നുമല്ല. നീ അവിടുത്തെ സ്റ്റാർ ആണ്. ബച്ചന്റെ പടത്തിൽ ഒരു വേഷം കൊടുക്കാം. അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനും അണ്ണനും തമ്മിലുള്ള ബന്ധം എന്നാ നിനക്കറിയാവോ? ഭയങ്കര ബന്ധമാ. ഒരു ദിവസം അമിതാഭ് ബച്ചൻ അണ്ണനെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ അണ്ണൻ ഉറങ്ങത്തില്ല, ഊണ് കഴിക്കത്തില്ല. അത്ര ബന്ധമല്ലേ? വിശ്വാസം കാണില്ലല്ലേ? കാണത്തില്ല. അപ്പൊ ബച്ചന്റെ മരുമോളെ ഒന്ന് വിളിക്കാം. ഐശ്വര്യ വിളിക്കാം. ഹലോ ഐശ്വര്യ. ഐശ്വര്യ റായി എവിടെ? അബിയോടെ പോയി. അഭിഷേക് ബച്ചൻ ചന്തയിൽ പോയല്ലേ? അതെ അതെ. പണ്ടത്തെ പോലെ 1 കിലോ അരിയും 10 രൂപ മീനും കൊണ്ട് തികയില്ലല്ലോ. ഇപ്പൊ ഒരു മെമ്പറും കൂടെ വന്നില്ലേ, മോള്? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അല്ല, അമ്മാവനെ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചായിരുന്നേ ബച്ചൻ. പുള്ളിക്ക് ഒരു ചെറിയ വേഷം കൊടുക്കണമെന്ന് പറഞ്ഞ വേഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കായിരുന്നു.
അപ്പൊ ഞാനൊരു ഡയറക്ടർ പറഞ്ഞിട്ട് ഒരു വേലക്കാരന്റെ വേഷം വന്നു. അപ്പൊ ഈ കുടിലിനകത്ത് കുനിഞ്ഞിങ്ങനെ കയറണം. ഇപ്പൊ പൊക്കം കൂടുതലല്ലേ, ഒരു 2 ആഴ്ചക്കകത്ത് പൊക്കം ഒന്ന് കുറച്ചിട്ട് വരാൻ പറ്റുമോ? ഇല്ലേ. ആ ഓക്കെ ശരി ഞാൻ വിളിച്ചെന്ന് പറഞ്ഞ അബീരടുത്ത് പണങ്ങല്ലേന്ന് പറഞ്ഞേ. ഓക്കെ ശരി ഐശ്വര്യ വിളിച്ചത്. ഈ ഇവരെ കല്യാണത്തിന് എന്നെ വിളിച്ചായിരുന്നു. ഐശ്വര്യയുടെ ഇവരുടെ അഭിഷേക് ബച്ചന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ നമ്മൾ വെറുതെ പോയാൽ മാത്രം പോരല്ലോ, 10-50 കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഇപ്പൊ അവിടെ പിണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പേരിടാൻ ചെന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? അത്ര ഓരോ ബന്ധങ്ങളാണ്. ഐശ്വര്യയുടെ കൊച്ചിന് പേരിടാൻ ചെന്നില്ലെന്ന് പറഞ്ഞു. ഐശ്വര്യയുടെ കൊച്ചിന് പേരിടാൻ ചെന്നില്ലെന്നും പറഞ്ഞു. ആ പേര് എന്റെ അണ്ണൻ ചെല്ലണ ഐശ്വര്യയുടെ കൊച്ചിന് പേരിടാൻ അത്രക്ക് ബന്ധമല്ലേ അണ്ണനുമായിട്ട്? അല്ല എനിക്ക് കിണ്ടിയൊന്നും വേണ്ട, മലയാളം മതി. ഹിന്ദിയാ? വട്ട് പിടിച്ചവനാ ഹിന്ദി അല്ലടാ ഹിന്ദി. അതെ അത് വേണ്ട, മലയാളം മതി. മലയാള സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അഭിനയിച്ചവരൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ്. അപ്പൊ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഇപ്പൊ പാട്ട് പാടുന്നുണ്ട്. അപ്പൊ സുരാജ് പാടി, ഷാജൻ പാടി, പിന്നെ ഇന്ദ്രജിത്ത് പാടി, പൃഥ്വിരാജ് പാടി, ആസിഫ് അലി പാടി. അപ്പൊ ഒരുപാട് പേര് പാട്ട് പാടി. അപ്പൊ നിനക്ക് ഒരു പക്ഷേ അഭിനയിക്കാൻ ചാൻസ് കിട്ടി, നീ തെളിഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടണം. നിനക്ക് പാട്ട് പാടാൻ അറിയാം. ഒരു പാട്ട് പാടി. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ. നീ പടിവാതിലല്ല നിന്ന് പാടേണ്ടത്. ട്രെയിനകത്ത് കണ്ണടച്ച് വയറ്റത്തടിച്ച് പാടിക്കഴിഞ്ഞാൽ നിനക്ക് കാശ് കിട്ടും. കുപ്പിയായിട്ട് വന്നേക്കുവാ. എന്റെടാ മലയാള സിനിമയിലൊക്കെ കയറുന്നുണ്ട്, നിനക്ക് പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് നീ തെളിയിച്ച്. എടാ ഇനി പാട്ട് പാടി നീ പഠിക്കണം. അതിന് വേണ്ടി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അണ്ണന്റെ ആൽബത്തിൽ പാടി നീ തെളിയ്. അണ്ണ ആൽബം ഉണ്ടോ? ആൽബം ഉണ്ടോന്നോ? എടാ അണ്ണനൊക്കെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഗമ്മിന്റെ. പക്ഷേ അതിന്റെ പരസ്യത്തിന് പാട്ട് എഴുതി കമ്പോസ് ചെയ്തിരിക്കുന്ന അണ്ണനല്ലേ? ആണ്. ഒരു കാലം ഗംഗമ്പരിന്റെ പാട്ടാ. അന്ന് കോടിക്കണക്കിന് കാസറ്റ് അല്ലേ ഇറങ്ങി. എന്നോ കച്ചവടം വരുന്നു. ചുട്ടപ്പം പോലെ കോടിക്കണക്കിന് കാസറ്റ് ഇറങ്ങിയത്. അന്ന് അതിൽ പാടിയൊരു പയ്യ ഉണ്ടായിരുന്നല്ല. അയ്യോടാ എന്നെ പേരനായിരുന്നു. വെള്ള ജുബ്ബയൊക്കെ ഇട്ട് താടി, കയ്യിൽ വാച്ചൊക്കെ കെട്ടി. പുള്ളി അമേരിക്കയിലാണ്. പുള്ളിയുടെ മോനിപ്പോ രംഗത്തുണ്ട്. ദാസേട്ടനാണോ? ആ അഭയം തന്നെ അന്ന് പാടി. സൂപ്പർ ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് പാടി. അതാണ് എനിക്ക്. അതെ, എനിക്ക് ആ ഗംഗമ്പരിലെ പാട്ടൊന്ന് കേൾക്കണം. കേൾക്കണല്ലേ? ഗം ഗണനായകം വന്ദേകം, ഗം ഗണനായകം വന്ദേകം. അങ്ങനെ ആ കാസറ്റ് അങ്ങ് ഹിറ്റായി. ഗമ്മിന്റെ പേരെന്തായിരുന്നു? മൈനം. അങ്ങനെ ആ ലാഭം എല്ലാം കൂടെ എടുത്തിട്ട് എന്റെ ഗമ്മ് കമ്പനിയിൽ അടുത്ത് ജാനകി ചേച്ചി വെച്ചാണ് കാസറ്റ് ഇറക്കിയത്. വീണ്ടും പാട്ടിറക്കിയോ? അതേത് പാട്ട്? മൈനാകം കടലിൽ നിന്നുയരുന്നു ഗം, ചിറകുള്ള മേഘങ്ങൾ ഗം, ശിശിരങ്ങൾ തിരയുന്നു ഗം, ഗം 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 ഗംഗോഹ ഗംഗം ഗംഗോഹ ഗംഗം. അങ്ങനെ അതല്ല, ഈ ഗം ഇതിൽ തിരികെ കയറ്റിയതല്ലേ? എന്നടവേ ഗം തിരി കയറ്റി കഴിഞ്ഞാൽ കച്ചവടം നടക്കത്തുള്ളൂ. ആണോ? ഇവരെന്നാ പോടണേ? അല്ല, എനിക്ക് പാട്ടിനോട് വലിയ താല്പര്യമില്ല. കാര്യം വെച്ചാൽ നമ്മളെ ഈ മലയാള പാട്ടുകളൊക്കെ വിദേശ രാജ്യത്ത് നിന്ന് അടിച്ചുകൊണ്ട് വരുന്ന പാട്ടുകളാണ്. അതിനോട് എനിക്ക് താല്പര്യമില്ല. വല്ല ഹിന്ദി പാട്ടാണ് അടിക്കാൻ പറ്റും കേട്ടോ. അന്ന് അങ്ങനെയൊക്കെ കേട്ടിങ്ങനെ ദേഷ്യമാണ്. വിദേശത്ത് നിന്ന് കൊണ്ടുവന്നു. എല്ലാരും പറയുന്നു വിദേശത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്നു, വിദേശത്ത് നിന്ന് കൊണ്ടുവന്നു. കേരളത്തിൽ നിന്ന് അടിച്ചോണ്ട് പോകുന്ന ആർക്കും അത് പറയാനില്ല. കേരളത്തിൽ ഈ പ്രസിദ്ധമായിട്ടുള്ള ഒരു നടനാണ് ജെയിംസ് ബോണ്ട്, 007. അങ്ങനെ വരുമ്പോൾ ഒരു എൻട്രി മ്യൂസിക് ഉണ്ട്. അത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയിലെ പാട്ടിൽ നിന്ന് അടിച്ചോണ്ട് പോയതാണ്. പിന്നെ അതേത് പാട്ട്? ശരി, ആ ജെയിംസ് ബോണ്ട് എൻട്രി ചെയ്യുന്ന മ്യൂസിക് ഒന്ന് വായിച്ചേ. പറന്നെന്റെ മുന്നിൽ കുളിരുമായി നീ, തളിരുമേനിയിൽ ഇണക്കിളി വരികില്ലേ, ഇണക്കിളി വരികില്ലേ, ഇണക്കിളി. മനസ്സിലായ? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയത് ആണുങ്ങള്. പക്ഷേ ഈ പഴയ പാട്ടിലോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടൊന്നും പഠിക്കാത്തത്. പഴയ പാട്ട് വലിയ താല്പര്യമില്ല. പഴയ പാട്ടുണ്ട്, സൂപ്പർ. പിന്നെ നസീറിന്റെ ഒരു പടം ഉണ്ടല്ലോ, അയ്യോ നദി. നദിയിൽ എന്താ ഉള്ള കലക്കമുള്ളോ മീനും. അപ്പോ എന്റെ കൊല തീർക്കാൻ വേണ്ടി കിടക്കുന്നത്. എടാ നദിയിലൊരു പാട്ടുണ്ടല്ലോ, ഓ മലേ ആരോ മലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി, 1000 പാദസരങ്ങൾ കിലുങ്ങി, ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും
ആലിംഗനങ്ങളിൽ മുഴുകി സബാർ ബാർ 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 ബാർ. കേരളത്തിൽ എത്ര ബാറുണ്ട്? 418. അങ്ങനെ 418 ബാർ ഞാനും സുധീർ സാർ കൂടെ നിർത്തി എന്റെ വെള്ളോടിയും തീർന്നു. അതല്ല 418ാമത്തെ ബാറിലാണ് പുള്ളി ഈ പാട്ട് കമ്പോസ് ചെയ്തേക്കുന്നതെന്ന്. അതാ പറഞ്ഞേ. ഈ പാട്ട് പാടാതെ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറാനായിട്ട് അതാ പറഞ്ഞത്. നിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിനക്ക് പാട്ട് പാടി നിനക്ക് സിനിമയിൽ കയറാന്നുള്ള മോഹം മാറ്റി വെച്ചേക്കാം. അത്യാവശ്യം മിമിക്രി കാണിക്കാൻ അറിയാം. മിമിക്രി അറിയാം, പക്ഷേ ഞാൻ സുരാജ് സാറിന്റെ അടുത്ത് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി സത്യം പറയുന്ന മനുഷ്യനാ. അത് വിടുപോട്ടെ. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്ന? അത് പിന്നെ ഞങ്ങൾ അണ്ണം പഠിപ്പിച്ച് തരണമെന്നാണോ നീ പറയുന്നേ? അണ്ണന് മിമിക്രി അറിയാമോ? എടാ ഈ ലോകത്തിന് കീഴിലുള്ള എല്ലാ കലാരൂപങ്ങളും ഞങ്ങൾ അണ്ണൻ അറിയാം. ആണാ മറ്റേ സോമന്റെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഒരുപാട് ഡയലോഗ് എനിക്കറിയാം, അതുകൊണ്ടാ. ഏതാ ഈ ലേലത്തിനകത്ത് ഈ സോമൻ എല്ലാരും കൂടെ നിൽക്കാൻ നേരത്ത് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ. കടയാടി ബേബിയൊക്കെ അതന്നെ. അതല്ലേ? പിന്നെ വേറെ കാര്യം, കണ്ണടച്ച് കേട്ടോ. സിനിമ കേൾക്കുന്ന പോലെ തന്നെയാ കേട്ടോ. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല. പക്ഷേങ്കില് എൻ്റെ അമ്മച്ചീരെ കണ്ണുമ്പിൽ വെച്ച് എൻ്റെ അപ്പച്ചനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റപ്പെട്ടിന് കൊന്നിട്ട് എൻ്റെ അപ്പച്ചൻ ജയിലിൽ പോകുമ്പോൾ എനിക്ക് 9 വയസ്സ് പ്രായം. കഴിമരത്ത് നിന്ന് അപ്പൻ്റെ ശവശരീരം ഈ കൈകൊണ്ടു ഏറ്റുവാങ്ങുമ്പോ എൻ്റെ 10ാമത്തെ പിറന്നാള തിരുമേനി, എൻ്റെ 10ാമത്തെ പിറന്നാള തിരുമേനി, 10ാമത്തെ പിറന്നാള തിരുമേനി, എൻ്റെ 10ാമത്തെ പിറന്നാള തിരുമേനി, 10ാമത്തെ പിറന്നാള തിരുമേനി, എൻ്റെ 10ാമത്തെ പിറന്നാള തിരുമേനി. കഴിമരത്തി 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 10ാമത്തെ പിറന്നാള തിരുമേനി, എൻ്റെ 10ാമത്തെ പിറന്നാള തിരുമേനി. കഴിമരത്തി സോറി ചേച്ചി, ഫ്ലോർ മാറി. 10ാമത്തെ ആ ഫ്ലോർ തന്നെയല്ലേ ഇത്? ഫ്ലോർ മാറിപ്പോയോ? നേരത്തെ വന്ന ചേച്ചിയാണ്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇതെന്താണോ ഇത്? തലക്കസുള്ള ടീമുകളാണിത്. അങ്ങനെ ഞങ്ങളെ കൊച്ചാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ അണ്ണൻ ഈ കേരളത്തിലെ സകലമായ ആൾക്കാരെ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാൻ മനുഷ്യനാ. എന്റെ അണ്ണന് ഭ്രാന്താണെങ്ങാനും പറഞ്ഞ് ഇതെല്ലാം കത്തിച്ചേച്ച് ഞങ്ങളുടെ പാട്ടിന് ഇറങ്ങിപ്പോകും കേട്ടല്ലോ. ഭ്രാന്താണ് അണ്ണന്, ഭ്രാന്താണ്. പറഞ്ഞോടാ, എനിക്ക് നാട്ടിലുള്ള ബന്ധങ്ങൾ പറഞ്ഞു. പിന്നെ അല്ല, എനിക്ക് അറിഞ്ഞൂടാത്ത ഒരു മനുഷ്യനില്ലല്ലോ ഇവിടെ. DGP ആയിരുന്നോ, ഗവർണർ ആയിരുന്നു, ആരായിരുന്നു? അറിയണം. മുഖ്യമന്ത്രി വരെ എനിക്കറിയാം. അവനെ ഒന്ന് സിനിമ കേട്ടിട്ടെന്ന് വെച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ആ പുള്ളിയുടെ ഒരു കാര്യം ചെയ്യ്, സൈഡിലോട്ട് എങ്ങാനും കൊണ്ടുവന്ന് സിനിമയിൽ കയറ്റോ സിനിമയിൽ ഇറക്കിയോ എന്താണെന്ന് വെച്ചാ ചെയ്യും. എനിക്ക് ഒരു ചെറിയ സ്ഥലം മതി, എന്നിട്ട് ഞാൻ സിനിമയിലാക്കി തരാം. ഇതും കൂടെ എടുത്തോളൂ. അതൊക്കെ എടുത്തോളൂ. ഞങ്ങൾ ഭ്രാന്താണെന്ന് നോക്ക്, ഈ സൈഡിൽ നിന്ന് നിർത്തരുത്, അങ്ങ് അടിച്ചിറക്കി വിടും. അപ്പോ ഇന്നത്തെ അതിഥി ആരാണ്? യെസ്, ഇന്നത്തെ അതിഥിയെ കുറിച്ച് പറയാൻ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ ഏറെ നല്ലത് സുരാജേട്ടൻ പറയുന്നത് തന്നെയാണ്. മലയാള നാടകവേദിയിൽ നിന്നും സിനിമാ വേദിയിലെത്തിയ അതുല്യ പ്രതിഭ. അഭിനയ ജീവിതത്തിൽ 60 വർഷം പിന്നിട്ട ആ മഹാപ്രതിഭയെ നമുക്ക് ഹർഷാരവത്തോടുകൂടി സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയങ്കരനായ, നമുക്കേവർക്കും പ്രിയങ്കരനായ KTS പടന്നൈ. നമസ്തേ ഏട്ടാ. നമസ്തേ. ഒരുപാട് സന്തോഷമുണ്ട് ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിലെത്തിയത്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് പറയട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ഇത് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി നമ്മൾ ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുകയാണ്. കാരണം കലാജീവിതത്തിൽ KTS പടന്നയിൽ ചേട്ടൻ്റെ കലാജീവിതം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 60 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. റെഡി? ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട് ഈ 60 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമല്ലേ? വളരെ സന്തോഷം. ഓക്കെ. പ്രൊഫഷണൽ നാടകവേദിയിലൂടെയാണ് മലയാള സിനിമയിൽ എത്തുന്നത്. അതെ. ഓക്കെ. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? നാടകത്തിലേക്ക് തുടക്കമെന്ന് പറഞ്ഞാൽ 52 നവംബർ 1 എൻ്റെ ആദ്യത്തെ നാടകം. അന്ന് എനിക്ക് 22 വയസ്സ് പ്രായം. ഓക്കെ. ഇപ്പോ ഈ അടുത്ത നവംബർ 1 വരുമ്പോൾ 60 വർഷം തികയുന്നു. 82 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. എല്ലാവരും ഇങ്ങനെ എന്താ വളരെ സന്തോഷത്തോടുകൂടി 82 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കൊച്ചു പയ്യനാണ് നമ്മുടെ എല്ലാം KTS പടന്നയിലേട്ടൻ. ചേട്ടാ, ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നു? ഓ, കുഴപ്പമൊന്നുമില്ല. വർക്കില്ലാത്ത ദിവസം നമുക്ക് കടയിലിരിക്കും. കടയുടെ ബിസിനസ്. ഞാൻ കടയിൽ വന്നിരുന്നു. അവിടെ വന്നിട്ട് ചേട്ടന്റെ സോഡ നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കടയിലെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, ഒരു കുഴപ്പമില്ല, സുന്ദരമായിട്ട് പോകുന്നു മുന്നോട്ട്. ഒരു സാധാരണ കലാകാരനാണ്, ഒരു ജാടയുമില്ലാത്ത സാധാരണ എന്താ മനുഷ്യന് പരസ്പരം തിരിച്ചറിയാവുന്ന അല്ലേ, മനുഷ്യസ്നേഹിയായ ചേട്ടനാണല്ലോ വേണ്ടത്. അതെ, തീർച്ചയായിട്ടും. 22ാമത്തെ വയസ്സിൽ നാടകം തുടങ്ങി. അതെ. അതിനുശേഷമുള്ള കഥകൾ? അതിനുശേഷം ഞാൻ 22 വർഷം നാടകത്തിൽ വരാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അന്ന് നമ്മുടെ എറണാകുളം, പിന്നെ തൃപ്പൂണിത്തുറ നിന്ന് എറണാകുളം വരെയുള്ള പൂത്തോട്ടം വരെ ഏതാണ്ട് 80 കലാസമിതികളുണ്ടായിരുന്നു. ഒരു സമിതിയിലും എനിക്ക് ആരും അനുവാദം തന്നില്ല, അവസരം തന്നില്ല. അതെന്താ? എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് അഭിനയിക്കാനുള്ള ഫിഗർ ഇല്ല. ഫിഗർ ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഈ ഫിഗർ അല്ലാണ്ട് വേറെ ഫിഗർ ഉണ്ടാക്കാനൊക്കെ അഭിനയത്തിന് വേണ്ടി ഒരു ഫിഗർ ഉണ്ടാക്കാനൊക്കെ ഇല്ലോ. അങ്ങനെ ഞാൻ നിരാശരായി. അങ്ങനെ തൃപ്പൂണിത്തുറയിൽ അമ്പലത്തിറക്ക ക്ലാസ് കൊടുക്കുന്നു. അവിടെ ചെന്ന് അമ്പലത്തിറക്ക ക്ലാസ്സിൽ ചേർന്നു. എന്തിനാണെന്നറിയാമോ? നൂലുൽക്കാരല്ല, ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാർഷികം നടത്തും. അങ്ങനെ വാർഷികം നടത്തുമ്പോൾ നാടകം കലാപരിപാടികൾ വെക്കും, അതിൽ നാടകം വെക്കും. ആ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി 1.5 കൊല്ലം നൂല് നൂറ്റവനാണ് ഞാൻ. അതിനുശേഷം എൻ്റെ ഇംഗിതം ചെയർമാൻ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. അങ്ങനെ പറ്റില്ല. അങ്ങനെ പിന്നെ ഖാദി ബോർഡിന് അങ്ങനെ ഒരു ഫൈനാൻസ് ഇല്ല, കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്ര ആളുകളുണ്ട് സാറേ, അത് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് 25 രൂപ ആദ്യമായിട്ട് എടുത്തു തന്നു. ആ 25 രൂപയ്ക്ക് 8 രൂപ കൊടുത്താൽ ഒരു ദിവസം മൈക്ക് പ്രവർത്തിക്കുമായിരുന്നു. 17 രൂപ ബാക്കി. ആ 17 രൂപ കൊണ്ട് ടിക്കറ്റ് രസീത് കുട്ടി അടുപ്പിച്ചു. അത് പിരിവ് തുടങ്ങി. അങ്ങനെ 92 രൂപ പിരിച്ച് ഒരു കലാപരിപാടികൾ വെച്ചു. അതിൻ്റെ അകത്തൊരു നാടകത്തിൽ വിവാഹമല്ല എന്നൊരു നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഏതെല്ലാം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ചങ്ങനാശ്ശേരി ഗീത, കൊല്ലം ട്യൂഡ, ആറ്റിങ്ങൽ പത്മശ്രീ, മാളവിക, അങ്ങനെ പല സമിതികളിലും. അതിപ്പോ ഈ പേര് കേൾക്കുമ്പോ എല്ലാം പെമ്പിള്ളാരുടെ പേരായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ പെമ്പിള്ളാരുടെ പേരല്ല, ശരിക്കും നാടക സമിതിയുടെ പേരാണ്. അല്ല, ഇപ്പൊ സമിതികളൊന്നും ഇല്ല, എല്ലാ പെമ്പിള്ളേർ കൊണ്ടുപോയി. നാടകത്തിൽ അഭിനയിക്കാൻ കൂടി എല്ലാവരും കൊണ്ടുപോയോ? നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ഞാൻ ചങ്ങനാശ്ശേരി ഗീതയുടെ വീഥി എന്ന നാടകം കളിച്ചിട്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു ഓഫർ വന്നു. നസീറും പിന്നെ ഷീലയൊക്കെ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് അവസരം ശ്രീമാൻ CP ആൻ്റണി കൊണ്ടുവന്നു. അതിൽ അഭിനയിക്കാനായിട്ടൊരു അവസരം കൊണ്ടുവന്നു. അന്നത്തെ സ്ഥിതിക്ക് എനിക്ക് ഗീതയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസരമായിരുന്നു. കാരണം 2.25 മണിക്കൂറുള്ള നാടകം 2.5 മണിക്കൂറാക്കിയത് ഞാനാണ്. കോമഡി കയറ്റി അതിപ്പോൾ നാടകം എൻ്റെ കൈ വിട്ടാൽ നാടകം ഇല്ലാത്തൊരവസരം ആക്കി. ഓക്കെ. തുടക്കം മുതൽ ചേട്ടൻ ഹ്യൂമറാണ് ചെയ്തുകൊണ്ടിരുന്നത്? അതെ, ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്തിരുന്നു ഞാൻ. അതുകൊണ്ട് എല്ലാ സമിതിക്കാരും എൻ്റെ ഓരോ വർഷം കഴിയുമ്പോഴും വിളിച്ചിരുന്നു. കഷ്ടപ്പെടുമായിരുന്നു. കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. നിങ്ങളുടെയൊക്കെ കൈയഴിക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി. ഓക്കെ. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏതാണ്? ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ
ദി പ്രസിഡന്റ്. ദി പ്രസിഡന്റ്. പക്ഷേ പടം ഇറങ്ങില്ല, ഇറങ്ങിയില്ല. അതെന്താ ഇറങ്ങേമില്ല എന്ന് പറയാൻ എന്ന് പറയാൻ കാരണം കാവ്യമാധവൻ മിനിസ്കർട്ടിട്ടാണ് അഭിനയിച്ചത്. ബെറ്റിക്കോട്ട് ഇട്ടുകൊണ്ടാണ് കാവ്യ മാധവൻ ആ സിനിമയിൽ അഭിനയിച്ചത്. ഇത് കാവ്യമാധവൻ മിനിസ്കർട്ടിട്ടാണ് നോക്കൂ. പകുതിയിൽ വെച്ച് നിന്ന് പോയല്ലേ? നിന്നുപോയി. അപ്പൊ ഇനിയിപ്പോ കാവ്യ മാധവൻ ഇല്ലെങ്കിൽ മിനിസ്കർട്ട് ഇട്ടുകൊണ്ട് വന്ന് അഭിനയിക്കണം. അത് ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് ആ സിനിമ ഇനി ഒരിക്കലും പുറത്തിറങ്ങില്ല. പിന്നെ ശ്രദ്ധിക്കപ്പെട്ട പടം അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പടം അനിയമ്പാവ ചേട്ടമ്പാവ. ഒരുപാട് സിനിമകളുണ്ട്. വന്ന എല്ലാ കൺമണി, ദില്ലിവാല രാജകുമാരൻ. ഇല്ല, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്ന ആ ഒരു സിനിമയിലുണ്ടല്ലോ കോക്ക് കടിക്കുന്ന, ഏതായിരുന്നു? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. അതിൽ കോർക്ക് കഴിക്കും. അയ്യോ, ചേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗ് ഉണ്ട്. എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റുകളും എല്ലാവരും സ്റ്റേജിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതല്ല, അതെ അനിയമ്പാവ ചേട്ടമ്മാവ എന്നുള്ള നാടകം സിനിമ കളിക്കുമ്പോ, അതെ, രാജസേന പടം കളിക്കുമ്പോ പിന്നെ ഇത് എന്റെ അച്ഛൻ, ഇതിന്റെ അച്ഛൻ്റെ അച്ഛൻ, ഈ നരേന്ദ്രന്റെ അച്ഛൻ എന്ന് പറയുമ്പോ നിങ്ങളുടെ വീട്ടിൽ അച്ഛന്മാർ മാത്രമല്ലോ, മക്കളില്ലേ എന്ന് ഈ മീനെ ചോദിക്കുമ്പോ ഞാൻ പറയും ഉണ്ടല്ലോ, എന്റെ മകനാണിവൻ, ഇവന്റെ മകനാണിവൻ, ഇവന്റെ മകനാണ് അവന്റെ മകനാണ് വീരേന്ദ്രൻ, വീരേന്ദ്രൻ. ഈ ചേട്ടാ പല്ലില്ലാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അഭിനയത്തിന് പല്ല് ഒരു ഘടകമാണോ, പ്രധാന ഘടകമാണോ? നാടകത്തിലായാലും സിനിമയിലായാലും. അല്ല, പല്ല് ഘടകം നാടകത്തിൽ സൂക്ഷിക്കേണ്ട നാടകം സൂക്ഷിക്കേണ്ട നാടകത്തില. സിനിമയിലാണെങ്കിൽ റീടേക്ക് ഉണ്ട്, നാടകത്തിൽ റീടേക്ക് ഇല്ല. എന്തെങ്കിലും അപശബ്ദം വന്നുപോയാൽ പല്ല് എപ്പ പോയെന്ന് ചോദിച്ചാൽ ദൈവമേ, അങ്ങനെയാണോ ചേട്ടന്റെ പല്ലൊന്നും പോയത്? അങ്ങനെയല്ലല്ലോ. അല്ല ഞാൻ പറയാ, അല്ല ചേട്ടൻ എന്താ പല്ല് വൈപ്പല്ലായിരുന്നോ? അല്ല പിന്നെ എങ്ങനെയാ ഈ പല്ല് വേണ്ടാന്ന് വെച്ചത്? പല്ല് വേണ്ടാന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പ് തന്നെ പല്ല് വേണ്ടാന്ന് വെച്ചു. നാടകത്തിന് എന്തിനു വേണ്ടിയിട്ടാ പല്ലെടുത്ത്? നാടകം എന്ന് പറഞ്ഞാൽ ജീവിതം നല്ല നാടകം. അതെ, അപ്പൊ പല്ലെല്ലാം എന്തെടുത്ത് കളയാൻ ഞാൻ തയ്യാറില്ല. നമുക്ക് ജീവിക്കണ്ടേ? യെസ്. ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചേട്ടന്റെ ആ കടയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എങ്ങനെ കടയിൽ ഇപ്പോഴും തിരക്കൊക്കെ ഉണ്ടോ? എന്റെ പൊന്നെ, തിരക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ തിരക്ക്. സിനിമാ നടനല്ലേ കടയിലിരിക്കുന്നേ. നല്ല കച്ചവടമായിരിക്കും. നല്ല കച്ചവടമാണ്. അപ്പൊ ഒന്നും കൊടുക്കണ്ട, എടുത്തിട്ട് പോവുക. എടുത്തിട്ട് പോവുക. അതെങ്ങനെ ശരിയാവും? ഓരോരുത്തർ വരും, സെൽഫി പടം എടുക്കും പോവും. അവസാനം പെട്ടി തീർക്കുമ്പോ ചേട്ടാ പുതിയ സിനിമ ഏതാണ് ഇപ്പൊ ചെയ്യുന്നത്? പുതിയത് മറത, അവരുടെ വീട്, മലയാളം, കൂടറിയാതെ, മാനം തെളിഞ്ഞു, 3 in 1. ലാസ്റ്റ് പടം ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം പടത്തിന്റെ പേരാണ്. പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ കിങ് ലയർ, ദിലീപ് ഏട്ടൻ നായകനാകുന്ന കിങ് ലയറിൽ ചേട്ടന് ഒരു വേഷമുണ്ട്. ചേട്ടാ ഈ പിന്നെ ഈ സിനിമയിലും നാടകത്തിലൊക്കെ പോകുമ്പോ കട നേരത്തെ ഉണ്ടായിരുന്നോ? കട ഞാൻ ഏതാണ്ട് 70-ൽ മേടിച്ചതാണ്. 70-കളിൽ മേടിച്ചതാണ്. വാങ്ങാൻ കാരണമുണ്ട്. നമുക്ക് ഈ എല്ലാ കാലവും ഒരുപോലെ ദൈവം തുണയ്ക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും വേണ്ട. അപ്പോൾ ഒരു മുട നീട്ടി ഇറങ്ങി ഒരു കട മേടിച്ച് അവിടെ ഇട്ട്, അതുകൊണ്ട് ഇന്ന് എനിക്ക് പട്ടിണിയില്ല. എൻ്റെ പട്ടിണി കൂടാണ്ട് ജീവിക്കുന്നത് എൻ്റെ കട കൊണ്ടാണ്. പക്ഷേ ഒരു സിനിമാ നടനായിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല, ജീവിക്കാൻ എനിക്ക് അറിയാനും വയ്യ. ഈ നിൽക്കുന്ന മനുഷ്യൻ ശരിക്കും ഈ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്നെങ്കിലും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും ടെൻഷനും കൊണ്ട് നടക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഈ നിൽക്കുന്ന ആൾ. സത്യം, അദ്ദേഹത്തിനോട് വളരെ പേഴ്സണലി കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് കേട്ടാ കുടുംബജീവിതമൊക്കെ? വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വന്നാലേ അവൻ്റെ വീട്ടിൽ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ നടത്തും. അവന് വീടിനെ കൊടുത്ത് അവരെ പറഞ്ഞയക്കും. പക്ഷേ ഇതിനെ എങ്ങനെ ഇത് ഉണ്ടാക്കി, എങ്ങനെ ഇത് ചമച്ചെടുത്തെന്ന് ആ വീട്ടമ്മക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പോൾ ആ വിവരം പുറത്ത് പറയില്ല. അങ്ങനത്തെ പോലത്തെ ഒരവസ്ഥയാണ്. നമ്മളെല്ലാവരുടെ മുമ്പിലും തെളിഞ്ഞു നിൽക്കുന്നു. എല്ലാവരെയും ചിരിപ്പിക്കുന്ന എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. സത്യമാണ് ഞാൻ. എനിക്ക് വിഷമമില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാളും ജീവിച്ച് 82 വയസ്സ് വരെ ജീവിച്ചു. പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കാനാ? പോട്ടെ, അത്രേ ഉള്ളൂ. എല്ലാം ശരിയാവും ചേട്ടാ.
ഓക്കെ ചേട്ടാ, അന്ന് ചേട്ടൻ എനിക്ക് കാണിച്ചു തന്നു. അത് എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോയൊക്കെ ചെയ്യുന്ന, ഇല്ലെങ്കിൽ നാടകം ചെയ്യുന്ന മിമിക്സ് ആയാലും ആ കലാകാരന്മാരുടെ കാലോ കയ്യോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് ചേട്ടൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. മൊത്തം 40 വർഷം. 40 വർഷത്തിന്റെ തഴമ്പ് ഇപ്പോഴും ചേട്ടന്റെ. ദാ ഇത് കണ്ടോ, ഇത് വണ്ടിയിലിരുന്ന തഴമ്പാണ്. ഫ്രണ്ടിൽ കാല് കൊടുക്കും. എന്താണെന്നറിയോ, വണ്ടി പെട്ടെന്ന് ചവിട്ടിയ ചെസ്റ്റ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാവരും ബാക്കിലിരിക്കുന്ന ബാക്ക് സീറ്റിൽ നിന്ന് കാല് രണ്ടും ഫ്രണ്ട് സീറ്റിലോട്ട് ഇങ്ങനെ എടുത്തു വെക്കും. അത് ഞാനും തഴമ്പാണ്. സത്യം, അന്ന് ഞാനും തഴമ്പ് കാണിച്ചു തന്നു. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും, ഓ ഇതൊക്കെ എന്തോ വെറുതെ നമ്പറിന് വേണ്ടി പറയുന്ന അല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് നാടകത്തിൽ വർക്ക് ചെയ്ത, ഇല്ലെങ്കിൽ സ്റ്റേജ് ഷോ ചെയ്ത എല്ലാ കലാകാരന്മാർക്കും അത് മനസ്സിലാകും. പിന്നെ ചേച്ചി കുഴപ്പമൊന്നുമില്ല. അവർക്കും എൻ്റെ കാര്യം ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ തമ്മിൽ അത്ര വ്യത്യാസമുള്ളൂ. ചേച്ചി കലാപ്രവർത്തനമായിട്ടൊന്നും ഇല്ല? കലമില്ല, കലാപ്രവർത്തനം കലമായിട്ടുള്ള ബന്ധം, കലമായിട്ടുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ചേട്ടൻ്റെ കഥകൾ കേൾക്കാൻ ഇനിയും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന കലാപരിപാടികൾ ചേട്ടനെ ലൈവായിട്ട് കാണണ്ടേ? അല്പസമയം നമുക്ക് ആ ഗസ്റ്റ് സീറ്റിൽ വിശ്രമിക്കാം. താങ്ക് യു. ഹലോ, അതെ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആണ്. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ രാവിലെ ഇവിടെ കൊണ്ട് വെച്ചതല്ലേ അതെല്ലാം. ഞാൻ അങ്ങോട്ട് വരണോ? വരാം. അതെ, എനിക്ക് മറ്റേ കേസ് സുരാജിനോടൊന്ന് ആലോചിച്ചിട്ട് ഞാനത് കൺഫേം ചെയ്തിട്ട് വിളിച്ച് പറയാം. ഓക്കെ. എന്തായി എന്റെ പൊന്നു സുരേട്ടാ, ഈ ചാനലിന്റെ കോർഡിനേറ്ററായി ഞാൻ ഓടി ഞാൻ മടുത്ത്. എടോ, താൻ കോർഡിനേറ്റർ ആണെന്നുള്ള ഇവിടെ എല്ലാവർക്കും അറിയാം. എന്താണ് ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം? ചേട്ടാ, നമ്മുടെ ചാനൽ ഒരു പുതിയ പരിപാടി തുടങ്ങുന്നുണ്ടല്ലോ, കൃഷിയും ഞാനും. അതൊരു സിനിമയുടെ പേരല്ലേ? അതെ, ഷീയും ഞാനും, ഇത് കൃഷിയും ഞാനും. അപ്പൊ നമ്മളെ ഡയറക്ടർ പറഞ്ഞു വയല് വേണോന്ന് പറഞ്ഞു. ഞാൻ ഈ സിറ്റി മൊത്തം തപ്പി ഒരിടത്തിന് വയലുണ്ടാക്കി കൊടുത്തു. അപ്പൊ പറയാനകത്ത് മാക്കറി വേണം, പച്ചത്തവള വേണമെന്ന്. ഇപ്പൊ എവിടെ ഇരിക്കുന്ന ചേട്ടാ പച്ചത്തവള? ഉള്ളതിനൊക്കെ ഈ സായിപ്പന്മാര് പിടിച്ചോണ്ട് തിന്നല്ലേ. അങ്ങനെ ഞാൻ ആ ചൈനീസ് സ്റ്റാളിൽ പോയി ഒരു 10-15 പച്ചത്തവള മേടിച്ച് അതിനകത്തോണ്ട് ഇട്ട് കൊടുത്തു. ഡയറക്ടർക്ക് അതും പോരാ, കൊക്കിനെ വേണമെന്ന്. കൊക്ക്, അതെ, കൊക്കും കൂടെ ഉണ്ടെങ്കിൽ വയലിലൊക്കെ കൊക്കൊക്കെ ഇരിക്കുന്നത് കാണാനും അത് പറന്നു പോകുന്നതിനൊക്കെ ഭയങ്കര ഭംഗിയല്ലേ? അതെ, ഭംഗിയുണ്ട്. ഇപ്പൊ എവിടെ ഇരിക്കുന്ന കൊക്ക്? അത് ശരിയാ. ഈ കൊക്കിനൊക്കെ വെടിവെച്ചിട്ട് ഓരോരുത്തർ ഷാപ്പിലെടുത്തോണ്ട് കറി വെക്കുകയല്ലേ? അതെ. ഞാൻ കുറച്ച് 10-15 പ്ലാസ്റ്റിക് കൊക്കിനെ മേടിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചു കൊടുത്തു. അതിന്റെ ചന്തിയിൽ ആരാണ്ട് വെടി വെച്ചേക്കുന്നു. അങ്ങോട്ട് ചില നേരത്ത് എന്താ ചെയ്യുന്ന എന്റെ കൂടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു. അവനുണ്ടെങ്കിൽ എനിക്ക് ഇത്ര പാടില്ലായിരുന്നു. അതാ പ്രൊഡക്ഷൻ കൺട്രോൾ തന്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ? അവൻ ലീവിലാണ്. അതെന്തിനാ? അവന്റെ ഭാര്യ 6ാമതും പ്രസവിച്ചു കിടക്കുക. ആദ്യം ആ പ്രൊഡക്ഷനിൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറയാം അവനോട്. വരട്ടോ, ഞാൻ പറയാൻ വേണ്ടിയിരിക്കുക. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഓടി മടുത്തി കേട്ടാ. ഇതിന്റെ ഇടയ്ക്കാണ് എന്റെ അനിയത്തിയുടെ കല്യാണം. അതല്ലേ അതിനെക്കാട്ടി രസം. ഞാനേ ഉള്ളു അതിന് ഓടാൻ. ഞാനല്ലേ ഓടണ്ടേ? അതെ. ഞാൻ പോയിട്ട് സ്വർണം റെഡിയാക്കി, പന്തല് റെഡിയാക്കി, പിന്നെ ബാക്കി കാര്യങ്ങൾ സദ്യവട്ടങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അവസാനം അമ്മാവന്റെ വക ഒരു കമന്റ്, പായസം ഉണ്ടെങ്കിൽ അമ്മാവൻ കല്യാണത്തിന് വരത്തില്ലെന്ന്. അതെന്താ സംഭവം? പായസം ഇല്ലാതെ പിന്നെ എന്താ? ഒരു പുള്ളിക്ക് ഷുഗറിന്റെ അസുഖം ഉണ്ട്, അതുകൊണ്ട് പായസം ഉണ്ടെങ്കിൽ പുള്ളി കല്യാണത്തിന് വരത്തില്ല എന്ന്. ദൈവമേ, അങ്ങനെ പിന്നെ എന്ത് ചെയ്ത്? അവസാനം വേണ്ടെന്ന് വെച്ച്. അയ്യോ, പായസം വേണ്ടെന്ന് വെച്ചോ? അല്ലെന്ന്, അവനെ കല്യാണത്തിന് വിളിക്കണ്ടെന്ന് വെച്ച്. തിന്നിട്ട് പോയാൽ മതി പുള്ളി. ഇതൊക്കെയാണ് ചേട്ടാ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ പ്രധാനമായിട്ട് വന്നത് നമ്മുടെ ഈ സൂപ്പർ നൈറ്റ്, കോമഡി സൂപ്പർ നൈറ്റിന്റെ 150ാമത്തെ എപ്പിസോഡ് നമ്മൾ ആഘോഷിക്കുന്നില്ലേ? അപ്പൊ ഈ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സുരാജേട്ടനായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താന്ന്. ഇപ്പൊ നമ്മൾ മറ്റേ ISL ഫുട്ബോളൊക്കെ നടക്കുകയല്ലേ, നമ്മളെ സച്ചിൻ ടെണ്ടുൽക്കർ കൊച്ചി വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പിടിച്ചാൽ ഒരു 5 മിനിറ്റ് നമ്മളെ ഫ്ലോറിൽ വന്നിരുന്ന നമുക്കൊരു സച്ചിൻ ടെണ്ടുൽക്കറിനെ നമുക്ക് കിട്ടുമോ? അതാണ് ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത്, കിട്ടുമോ? അല്ല, കിട്ടുമെന്ന് വെച്ചാൽ അദ്ദേഹമായിട്ട് എന്താ സച്ചിൻ വന്നാലെന്താ? സച്ചിൻ ടെണ്ടുൽക്കറിനെ കൊണ്ടുവന്നാൽ എന്താ? അതാ എന്റെ ചോദ്യം. അല്ല, പുള്ളിയൊക്കെ കിട്ടുമോ? പുള്ളിയെ കിട്ടുമോ സച്ചിൻ ടെണ്ടുൽക്കർ? നിങ്ങളിപ്പോ വേറെന്തോ ഒരു പേര് പറഞ്ഞല്ലോ, സച്ചിൻ ടെണ്ടുൽക്കർ. അത് നിങ്ങൾ വിളിക്കാൻ ടെണ്ടുൽക്കർ, ഞാൻ വിളിക്കുന്നത് ടെൻഡു. അതങ്ങനെ ഒരു കഥയുണ്ട്. പണ്ട് ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കുഞ്ഞമ്മയുടെ വീട് ചേർത്തലയാണ്. ചേർത്തല സരസ്വതി ചേച്ചിയുടെ ഇളയ കുഞ്ഞമ്മയുടെ മോനാണ് ഈ സച്ചിൻ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ബോംബെന്ന് പുള്ളി വെക്കേഷൻ അവിടെ വരും, ചേർത്തല വരും. അപ്പൊ ഞാൻ അവിടെ, അപ്പൊ എന്റെ വീട് ഇപ്പുറത്തല്ല, വേലിയിൽ തൊട്ടടുത്താണ്. ഒരു ദിവസം ഞാൻ രാവിലെ കട്ടൻ ചായ കൂടെ കുടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ, ഇതായിരിക്കും പോലത്തെ ഒരു കൊച്ചു പയ്യൻ, ഒരു കൊച്ചു നിൽക്കുന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ട് ചൂറിന്റെ തലമുടി, ഒരു 3 കമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു മടൽ വെച്ച് ഇങ്ങനെ കൊട്ടി കളിക്കുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ കൊച്ചു ചേർക്കണില്ലേ, അപ്പൊ ഞാൻ ചെറിയ വെള്ളക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. പുള്ളി ഇങ്ങനെ അടിച്ചു കളയും, വീണ്ടും വെള്ളക്കെ എടുത്തു വീണ്ടും പുള്ളി അടിച്ചു കളയും. അപ്പൊ ഒരു സന്തോഷം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പോൾ മാമ കളിക്കാം, മാമ ഇനി കളിക്കാം മാമ എന്ന് പറയും. വീണ്ടും ഞാൻ വെള്ളക്കെ എടുത്തിട്ട് കൊടുക്കും. പിന്നെ ഞാൻ എടുത്തിട്ട് നടക്കും, മുട്ടായി മേടിച്ചു കൊടുക്കും, ചായ മേടിച്ചു കൊടുക്കും, കൊണ്ടുവന്ന് കറങ്ങും.
ഒരു സുപ്രഭാതത്തിൽ അപ്പുറത്തെ ചേച്ചി സരസ്വതി ചേച്ചി വിളിച്ചു പറഞ്ഞു, ഡേ ആടാ ആ പത്രം നോക്കടാ, രാവിലത്തെ പത്രം നോക്കിയപ്പോഴ് ഈ ചെറുക്കൻ ബാറ്റും കൊണ്ടിരിക്കുന്നു. ശരി. ഈ സച്ചിൻ ടെണ്ടുൽക്കർ. ആ അവൻ പിന്നെ അങ്ങനെ രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ ഈ കൊച്ചിയിൽ വന്ന സമയത്ത് എന്നെ ഇതുപോലെ വിളിച്ചാൽ, എന്നെ വിളിച്ച് മാമ ഇതുപോലെ കൊച്ചിയിലോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, മാമ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയും ഓട്ടോ പിടിച്ച് കൊണ്ടുവന്ന് കരുനാപ്പള്ളി പുട്ടുകൂടെ കൊണ്ടുവന്ന് പുട്ടും കടലയും 2 പ്ലേറ്റ് കടലയെന്ന് കടലയും കൂടെ വാങ്ങിച്ച് കൊടുത്ത് തിരിച്ച് ഞാൻ കൊച്ചിയിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്രിക്കറ്റ് ഒന്നുമില്ല, ഇപ്പം എന്നെ പുറത്താക്കി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, 40 വയസ്സ് വരെ നീ കളിച്ച് കിടന്നില്ലടാ, ഇനിയെങ്കിലും നീ വല്ല ജോലി ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സച്ചിന് ഞാനിട്ടുള്ള ബന്ധം. ആ സച്ചിനാണ് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. ചേട്ടാ അയ്യോ പുള്ളി ഞാൻ അടിക്കണോ അതോ ചേട്ടാ അടിക്കുന്ന? ഇവിടെ ഇട്ട് അടിക്കണ്ട, നമുക്ക് മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കും പോലെ ഇവനെ അടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെള്ളത്തിലങ്ങാൻ ഒഴുക്കി വിടും. അതാ വൃത്തി. അല്ലാതെ പീസാക്കിയാലും ചിലപ്പോൾ ഒന്നിക്കുന്ന സാധനം. വേറെ കാര്യം പറഞ്ഞു ചേട്ടാ, നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഈ ആസിഫ് അലി വിളിക്കാൻ പറ്റും. ചേട്ടൻ വിളിച്ചാൽ നടക്കും. ആസിഫ് അലി എന്ന് പറഞ്ഞാൽ ആസിഫ് അലി ഇപ്പൊ ഇവിടെ ഇല്ല, അമേരിക്കയിൽ ഇവിടെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്യാം? നമുക്ക് പിന്നെ ഈ അച്ഛനെ വിളിച്ചാൽ ആസിഫിന്റെ അച്ഛനെ അല്ല അത് ഞാൻ ഏർപ്പാടാക്കാം. ഞാൻ ഏർപ്പാടാക്കാം. അത് ഞാൻ ഏർപ്പാടാക്കാം. ആസിഫ് അലിയുടെ അച്ഛനെ അറിയാം. നിങ്ങൾ ഈ മന്ത്രിപരമായിട്ടുള്ള പോലീസ് പരമായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് താ. അല്ല ഇത് മന്ത്രിയല്ല, ഇത് ആസിഫിന്റെ അച്ഛനാണ്. ആയിക്കോട്ടെ, ആ ബന്ധങ്ങൾ എനിക്ക് താ, ഞാൻ യൂസ് ചെയ്തോളാം. അച്ഛനെ വിളിക്കോ? പിന്നെ ഫോൺ ആസിഫ് അലിയുടെ പിന്നെ നമ്പറൊക്കെ അറിയോ? പിന്നെ അപ്പൊ ചേട്ടാ ആസിഫ് അലിയുടെ കാര്യം പുള്ളി ഏറ്റോളൂ. സാധാരണ പുള്ളി ഇങ്ങനെ വിളിച്ച ഫോൺ എടുക്കൂല എന്ന് പറക്കെ ഒരു ഇതുണ്ട്. പക്ഷെ പുള്ളി ഇപ്പൊ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമേരിക്കയിലാണ് പോയത്. ഇപ്പൊ ആസിഫിന്റെ അച്ഛനെ കിട്ടിയാലും മതി നമുക്ക്. ചേട്ടാ പിന്നെ ആസിഫ് അലിയുടെ അച്ഛനെ പുള്ളി വിളിച്ചോളൂ. പിന്നെ നമുക്ക് ഈ പൃഥ്വിരാജിനെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അയ്യോ, പൃഥ്വിരാജ് പാവാടയുടെ വർക്കിലാണ്. തയ്യക്കട തുടങ്ങി. തയ്യക്കടയില്ല, പാവാട, പുതിയ സിനിമയുടെ പേരാ. സിനിമ. ശരി ചേട്ടാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പുള്ളി വിട്ടേക്ക്. പിന്നെ ആരെ വിളിക്കൂ? ആരെ വരും. പക്ഷെ വേറെ കാര്യം, ഒരു 11 മണിയാകുമ്പോ ഫ്രീ ആക്കി കൊടുക്കണം. ആരെ? പുള്ളി കുർബാനയ്ക്ക് പോകണം. കുർബാനയ്ക്ക്? ഓ, ആസിഫ് അലിയുടെ അച്ഛന് കുർബാനയ്ക്ക് പോണോ? അല്ല, ഞാൻ വിളിച്ച RC പള്ളിയിൽ അച്ഛനെയാണ്. RC പള്ളിയിൽ അച്ഛൻ. RC പള്ളിയിൽ അച്ഛനോ? ഇവനങ്ങ് വെട്ടിക്കൊല്ലടാ. ഫോണിങ്ങ RC പള്ളിയിൽ അച്ഛനല്ല വിളിക്കാൻ പറഞ്ഞത്, ആസിഫ് അലിയുടെ അച്ഛൻ, ഫാദറിനെ. അല്ല ചില ബന്ധങ്ങൾ ഇങ്ങനെ തലച്ചോറ് കയറി ഇരിക്കുന്നുണ്ട്, മാറിപ്പോ. ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി എടുത്ത് കളയണം. എല്ലാം കൂടെ ഈ തലക്കകത്ത് ഇതൊക്കെ ഇതിനെ തലേന്നാണ് അവിടെ പറയുന്നത്. ചില സമയത്ത് എനിക്ക് ഇങ്ങനെ പിന്നെ നമുക്ക് പൃഥ്വിരാജ് നടക്കില്ലല്ലേ? ഇല്ല. ആസിഫ് അലി പിന്നെ വിളിക്കാം. പിന്നെ നമുക്ക് വേറൊരു നടനുണ്ടല്ലോ ഏട്ടാ, പക്ഷേ എന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നത് ഇപ്പൊ നല്ല ഹിറ്റാ പുള്ളി. നാക്ക് അയ്യോ, പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. ഞാൻ പറയാം, ഈ നമ്മളെ ഈ ചായക്കടയിലൊക്കെ കയറത്തില്ലേ, നമ്മൾ ഈ ചായക്കടയിലൊക്കെ കയറുമ്പോ ഈ പലഹാരപ്പെട്ടിക്കകത്ത് ഈ മഞ്ഞ കളറിലുള്ള സാധനം ഇങ്ങനെ ഇരിക്കുന്ന നിവിൻ പോളി. നിവിൻ പോളി അത് തന്നെ. അത് ബോളി, ഇത് നിവിൻ പോളി. നിവിൻ പോളിയെ ചേട്ടൻ വിചാരിച്ചാൽ വിളിച്ചു വരുന്നത്. നിവിൻ പോളിയെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്, എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. ചേട്ടൻ ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ കിട്ടിയ. അല്ല, ആളെന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടാ വേറൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ ഒബാമ കേരള സന്ദർശനത്തിൽ വരുന്നുണ്ട്. ഒബാമ കിട്ടൂ? അല്ല, എന്തായാലും നമ്മുടെ ചാനലിന്റെ വകയുടെ ന്യൂസിനും കാര്യത്തിനൊക്കെ അദ്ദേഹത്തെ പോയി കാണുമല്ലോ. ഒബാമ കേസ് ഇങ്ങോട്ട് വിട്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എനിക്ക് താ. ഒബാമ അറിയാമോ? ഒബാമ അറിയോ? പിന്നെ എങ്ങനെ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ? അത് നിങ്ങൾക്കാണ് അമേരിക്കൻ പ്രസിഡന്റ്, എനിക്ക് വെറും ഒബാമ. അത്രേ ഉള്ളൂ. ഒബാമ ശരിക്കും വീട് എവിടെ നിന്നറിയാം? ഇല്ല, കൊട്ടിയത്ത്. റേഡിയോ കട നടത്തുന്ന ശങ്കരകുട്ടിയുടെ ഇളയ മോന്റെ മോനാണ് ഈ ഒബാമ. പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പാവം കേട്ടാ, ഈ ഒരുപാട് അതായത് ഈ ഒബാമ എന്ന് പറയണത് പാവം. പണ്ട് ഇറച്ചിക്കടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പേപ്പറൊക്കെ ഇടാൻ വേണ്ടി പോകും, ഇറച്ചിക്കടയിലൊക്കെ നിൽക്കും. അങ്ങനെ പാവം ഒരുപാട് കഷ്ടപ്പെട്ട അന്ന് പണ്ടും കറകറാന്ന് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പയ്യനാണ്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചെന്നറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അവൻ്റെ പ്രയത്നം നല്ല പ്രയത്നമായിരുന്നു കേട്ടോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിക്കടയിൽ പോയി ഇറച്ചിയൊക്കെ തലയിൽ വെച്ചിട്ട് ചോര വലിച്ച് പോകുമ്പോൾ സത്യം എനിക്ക് സങ്കടം വരും. അപ്പോൾ എനിക്കറിയാം ഒരു അധ്വാനി പയ്യനാണെന്നറിയാം. അങ്ങനെ അവൻ സിനിമാറ്റിക് ഡാൻസ് ടീമിൻ്റെ കൂടെ ചേർന്ന് അമേരിക്കയിൽ ട്രിപ്പ് കിട്ടി. പരിപാടി സിനിമാറ്റിക് ഡാൻസിൻ്റെ ട്രിപ്പ് കിട്ടി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇവൻ അമേരിക്ക ചാടി. പിന്നെ കുറച്ച് ആൾ അവൻ്റെ അറിവൊന്നുമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ നിന്ന് BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഈ 3 പാർട്ടി അവിടെ ഈ അമേരിക്കയിൽ മത്സരിച്ച സമയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ഒരൊറ്റ വ്യക്തിയാണ് ഈ ഒബാമ. മനസ്സിലായില്ലേ? ഈ ഒബാമ. അങ്ങനെ ഒരു ദിവസം ഈ ഒബാമ
ഓസ്ട്രേലിയയിലുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ ഇവിടെ തോടും റബ്ബറൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെയിൽ കാഞ്ഞിട്ടിരുന്ന സമയത്ത് ഒരു മദാമ വന്ന് ചോദിച്ചു, ഒബാമേ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ഒബാമ. എവിടെ താമസം? കൊട്ടിയത്ത് ഇവിടെ ഈ അങ്ങനെ ഈ മയ്യനാട്ടോട്ട് തിരിഞ്ഞു പോകുന്ന അവിടെ ആ വളവിൽ ആലിൻ്റെ അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രസിഡന്റ് ആവാമോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആ പുള്ളി പ്രസിഡന്റ് ആയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇതുപോലെ വിളിക്കും, ഇവിടെ വല്ല സീറ്റ് വല്ല കിട്ടും, ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വല്ല സീറ്റ് വല്ലതും കിട്ടുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു സീറ്റ് ഇപ്പോൾ ടാപ്പിംഗ് ഒന്നുമില്ല, കെട്ടെല്ലാം നിർത്തി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് സീറ്റൊന്നുമില്ല, സീറ്റിന് വലിയ വിലയില്ല, ഒട്ടുകറക്കാണെങ്കിൽ 150 രൂപ കിലോയ്ക്ക്. അങ്ങനെയാണ് ഈ ഒബാമയെ ഞാനായിട്ടുള്ള ബന്ധം. അപ്പോൾ ഒബാമ കെട്ടിക്കുന്ന പറഞ്ഞാൽ ഈ വട്ടപ്പാറത്തെ സിസിലി അമ്മച്ചിയുടെ ഇളയ മോള് തങ്കയാണ് ഈ ഒബാമ കെട്ടിക്കുന്നത്. ഇതാണ് ഒബാമയും ഞാനുമായിട്ടുള്ള ബന്ധം. അതിനാണ് ഇവർ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ. എനിക്ക് ചിരി വരും, എന്നെ പിൻഗാമി കൂടെയല്ല, അല്ലെങ്കിൽ അവർ ചിരിച്ചല്ല. കലക്കി എവിടെയെങ്കിലും കൊണ്ട് ഒഴിച്ച് കളയാം. കൊന്നു കഴിഞ്ഞാൽ വീണ്ടും ഒട്ടി വരുന്ന ഐറ്റം. നിങ്ങൾക്ക് ആരെ വേണമെന്ന് പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. എനിക്ക് ആരെയും വേണ്ട, ഒന്ന് പോയി തരാവോ? ഇല്ല, ഇവിടെ ഉള്ള സകലമാന ബന്ധങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പോലീസ്, DGP, SI, മന്ത്രി, എന്ത് വേണം എനിക്കറിഞ്ഞൂടാത്ത ആരുമില്ല. എല്ലാരും നിങ്ങൾക്ക് ഭയങ്കര ബന്ധം. തീർച്ചയായിട്ടും അറിയാം. മുഖ്യമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇവിടെ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ആളെ അറിയാം? ചന്ദ്രൻ എനിക്കറിയില്ല. ചന്ദ്രൻ അറിയാം, അതായത് അത് ആ പുള്ളി ഈ ഫ്ലോറിന്റെ പണിക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രൻ എന്ന് പറയും. ഓ ചന്ദ്രൻ എനിക്കറിയാം. ഏത് ചന്ദ്രൻ അറിയാം? അതറിയാം, ഒരു നീണ്ട തലമുടിയുള്ള ചന്ദ്രനാണ്. അല്ല, പുള്ളിക്ക് ചുരുണ്ട തലമുടിയാണ്. അതെ, ചുരുണ്ട തലമുടി. ഇവിടെ ഫ്ലോറിന്റെ പഠിക്കും. അത് തന്നെ ചുരുണ്ട തലമുടിയുള്ള ഒരു വെട്ടൊക്കെ ഉണ്ട് നെറ്റിയില്ലേ. പുള്ളിക്ക് വെട്ടൊന്നുമില്ല, ക്ലിയർ തന്നെ, വെട്ടൊന്നുമില്ല. ആ ചന്ദ്രൻ തന്നെ. അതല്ലെന്ന് എനിക്കറിയാം ചന്ദ്രനെ. എടാ ആ ചന്ദ്രൻ തന്നെ, ആ ചന്ദ്രൻ തന്നെ, നീ ഉദ്ദേശിക്കുന്ന ചന്ദ്രൻ തന്നെ. അതല്ലേ കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാര്യം എന്നാ വെച്ചാൽ ഈ ചന്ദ്രൻ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത് ശരി. പിന്നെ അല്ലാതെ ഒരുമിച്ചുണ്ടായിരുന്നു. വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോൾ ചന്ദ്രനും ഞാനും തമ്മിൽ പിരിഞ്ഞത്. ഈ ചന്ദ്രനും ഞാനുമായിട്ടുള്ള ബന്ധം അറിയാമോ? കൊച്ചിലെ നല്ല സ്നേഹമായിരുന്നു കേട്ടാ, കാണുമ്പോൾ നല്ല ബഹുമാനമാണ്. ഞാൻ സോപ്പ് വാങ്ങിച്ചോണ്ടോന്ന് പറഞ്ഞാൽ അപ്പോഴും വരും, സോപ്പ് വാങ്ങിക്കും, തിരിച്ചു പോകും. സിഗരറ്റ് മേടിച്ചിട്ട് തിരിച്ചു പോകും. അപ്പൊ അടുത്ത് സംസാരിക്കും, അത്ര ബഹുമാനികൾ ദൂരെ ഇങ്ങനെ സംസാരിക്കണം. അല്ലെ നിങ്ങൾ പറഞ്ഞ ചന്ദ്രൻ അല്ല പുള്ളി. പോടാ, ആ ചന്ദ്രൻ തന്നെ. പിന്നെ ഗൾഫിലായിരുന്നു, തിരിച്ചിവിടെ വന്ന് കേബിൾ പണിയൊക്കെ നടത്തുന്നത് വിശംബറിന്റെ മോൻ ചന്ദ്രനെ. പിന്നെ എനിക്കറിയാം. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ ഈ ചന്ദ്രൻ എവിടെ ഉണ്ടെന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് അറിയാം? പിന്നെ ചന്ദ്രൻ ഞാനിട്ടുള്ള അത്ര ബന്ധം. ചില സമയത്ത് എന്റെ നിർബന്ധത്തിലാണ് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. ഭയങ്കര മടിയാണ്, ഞാനാണ് കുത്തിത്തിരിച്ച് പ്രേരിപ്പിച്ച് പറഞ്ഞു വിടുന്നത്. അപ്പൊ അത്ര മടിയുള്ളൊരു ചെറുക്കനാണ്, ഞാൻ അവനെ മാറ്റിയത്. അല്ല, ഈ പുള്ളി ഉദ്ദേശിക്കുന്ന ആ ചന്ദ്രൻ അല്ലത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചന്ദ്രൻ ഇപ്പോൾ എവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം? എന്റെ അമ്മ എന്റെ ദൈവത്തിനാണ്, തൊണ്ടയാണ് സത്യം, ആ ചന്ദ്രനാണ് സത്യം. അത് ശരി. പിന്നെ ആ ചന്ദ്രൻ ഇപ്പൊ എവിടെ ഉണ്ടോന്ന് അറിയാം, എന്ത് ചെയ്യുന്നറിയാം, എങ്ങനെ പോയെന്നറിയാം, എന്താണെന്ന് എനിക്കറിയാം. ശരി, വന്ന് വണ്ടിയെ കയറി, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഉണ്ടാക്കാം. ഇങ്ങോട്ട് വരാറുണ്ട്. മനസ്സിലായില്ല, നമ്മളെ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടുത്തെ സ്ഥലം SI. ഈ പറഞ്ഞ ചന്ദ്രൻ ഇന്നലെ തൃപ്പൂണിത്തറ ATM കൗണ്ടർ കുത്തി തുറന്ന് അവിടുത്തെ കുറച്ച് പൈസ എടുത്തോണ്ട് മുങ്ങി. അപ്പൊ ഈ പുള്ളിക്ക് കറക്റ്റ് വിവരം അറിയാന്നുണ്ടെങ്കിൽ ഇവനെ പൊക്കി കഴിഞ്ഞാൽ അവനിക്ക് പൊക്കാമല്ലോ. എന്താ കാര്യം? അങ്ങനെ പിടിക്കല്ലേ. എല്ലാം ഈ വരുന്നവരെല്ലാം അറിയാന്ന് പറഞ്ഞ് ഇങ്ങനെ പൊങ്ങച്ചം പറയരുത്. അനുഭവിക്കണം, കൊണ്ടുപോകണം സാർ. എന്നെ പോലീസ് കൊണ്ടുപോകണം സാറേ. അല്ല, നിനക്ക് മന്ത്രി, DGP, മറ്റേ മുഖ്യമന്ത്രി, സർവത്ര ആൾക്കാരും പരിചയമുള്ള ഒരാളല്ലേ? അല്ല, ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി, DGP, ഗവർണറൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും കിട്ടുമോ? എന്നെ പിടിക്കല്ലേ. ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. ദിസ് ഇസ് ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. വാൽ മുന്നിലുള്ള ജീവി ഏതാണ്? വാൽ മുന്നിലുള്ള ജീവി. ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതിന് ആളെ പിന്നെ പുറത്താക്കുക, ഇല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടി അല്ല. നീ എന്നാണ് ക്ലാസ്സിൽ പോകാത്തത്? പരീക്ഷയായിരുന്നു, നിസ്സാരം പരീക്ഷയായിരുന്നു. പരീക്ഷയായിരുന്നു നീ ക്ലാസ്സിൽ പോകാത്തതിന് നിന്നെ പുറത്താക്കിയത് നിനക്ക് കുറ്റമല്ല. തിരിച്ചു വരാം. ദിസ് ഇസ് ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. നമ്മുടെ സ്വന്തം പടന്നയിൽ ചേട്ടൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ചേട്ടാ ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയത്. പ്രത്യേകിച്ച് കോമഡിക്ക് വേണ്ടിയിട്ട് ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുണ്ട് നാടകത്തിൽ. സംസ്ഥാന അവാർഡ് 5, 6, 7 അവാർഡ് കിട്ടി. 7 അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ഒരു കലാകാരനാണ്.
സീരിയസ് വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല നാടകത്തിൽ? സീരിയസ് വേഷം ചെയ്തിട്ടുണ്ട്. ആ, ഒരു മുതലാളിയായിട്ട്. മുതലാളിയാണെങ്കിലും സീരിയസ് ആണെങ്കിലും അദ്ദേഹം വേദനിക്കുന്ന വേദനിക്കുന്ന ഒരു മനസ്സാണെങ്കിലും എല്ലാം തമാശയിൽ കൂടി അങ്ങോട്ട് വിട്ടുകളയും. അതുപോലത്തെ ഒരു എൻ്റെ ജീവിതം തന്നെ. ഈ പടന്നയിൽ എന്നുള്ളത് എന്താണ്? പടന്നയിലെ എൻ്റെ വീട്ടുപേരാണ്. പിന്നെ KTS, കൊച്ചുപടനയിൽ തായ് മകൻ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ എന്നാണ് ശരിക്കും പേര്. അതെ അതെ, KTS പടന്നയിൽ. ചേട്ടാ, ഇത് നമ്മുടെ ഷോയുടെ ഒരു ഭാഗമാണ്. ഇനി ഒരു കുസൃതി ചോദ്യമുണ്ട്. ചേട്ടൻ ഒരു കൊമേഡിയൻ ആയതുകൊണ്ട് തന്നെ ഹ്യൂമർ രീതിയിലുള്ള മറുപടി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി, ചോദിച്ചോളൂ. ക്ഷേത്രത്തിൽ കാണുന്ന വേലി ഏതാണ്? ക്ഷേത്രത്തിൽ കാണുന്ന വേലി. വേലി അത് ക്ഷേത്രത്തിൽ കാണുന്ന വേലി എന്ന് പറഞ്ഞാൽ മുരുകന്റെ വേലാണ്. അല്ല. ശ്രീബലി. ശ്രീവേലിയല്ല, ശ്രീബലിയാണ്. ശ്രീബലിയാണ്. ശ്രീവേലി നമ്മള് ശ്രീവേലിയല്ല, ശ്രീബലിയാണ്. ശ്രീബലി എന്നാണ്. ഇനി അടുത്തത്, മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്താണ്? മഴ. ഇത് തെറ്റില്ല. മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്താണ്? പുക, ആവി. അല്ല. മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്താണ്? കുടാ. അത് പറയാനില്ല, ഇങ്ങനെ കാണിക്കാനേ ഉള്ളൂ. അപ്പൊ രണ്ടാമത് ഉത്തരം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, വലിക്കും തോറും നീളം കുറയുന്നത് എന്ത്? വീടി. പിന്നെ കടയിൽ വീടിച്ച് എല്ലാം ഇവിടെ ഉണ്ടല്ലോ. അടുത്തത്, വാൽ മുന്നിലുള്ള ജീവി ഏതാണ്? വാൽ മുന്നിലുള്ള ജീവി. വാല് മുന്നിലുള്ള ജീവി. വാല് മുന്നിലുള്ള ജീവി. ആഹാ, പറയൂ. ആനയോ? ഇത് വാലല്ലോ. അത് തുമ്പിക്കൈ എന്നല്ലേ പറയുള്ളൂ. ആനയെന്ന്. ആനയല്ല. വാല്. അറിയോ? ചേട്ടനറിയോ? ഇല്ല. അപ്പൊ ഓഡിയൻസിന് പറയാം. പറയൂ. വാൽമാക്രി എന്ന്. നിങ്ങൾ എവിടെ നിന്നൊക്കെയാ വരുന്നത്? നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം മൊത്തം പേര് പഠിച്ചു വെച്ചിട്ടാ വരുന്നത്. ഇനി, ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ വസ്തു ഏത്? എങ്ങനെ? ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച ശേഷം ജനിക്കുന്നതുമായ വസ്തു ഏത്? ഇത് നിങ്ങൾ പറയോ, ഞാൻ നോക്കട്ടെ. ചേട്ടൻ പറഞ്ഞതേ. ചേട്ടാ, ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചതിന് ശേഷം ജനിക്കുന്നതുമായ വസ്തു എന്ത്? ചേട്ട ഊരി വയ്ക്കുന്ന സാധനം തന്നെ. ചെരുപ്പ് അതൊന്നുമല്ല, പല്ല്. യെസ്, ചേട്ടനില്ല എന്നത്. ഊരി വെക്കുന്നത്. അപ്പൊ 5 ചോദ്യങ്ങളും അങ്ങനെ വളരെ എന്താ പറയാ, എല്ലാരും ഉത്തരം പറഞ്ഞു. എന്റെ ചോദ്യോത്തര പങ്ക്തി അവസാനിച്ചിരിക്കുകയാണ്. എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ അസലായിട്ട് മറുപടി പറഞ്ഞു. രാജസേനൻ ചിത്രങ്ങളിലൂടെ അല്ലേ ചേട്ടൻ ശരിക്കും സജീവമാകും? തീർച്ചയായിട്ടും. ഞാനും എന്റെ കുടുംബോദ്യോഗത്തോട് കടപ്പെട്ടിരിക്കുക ആ കാര്യത്തിൽ. റാഫി മക്കാട്ടിൻ സാറിന്റെ ഒക്കെ തിരക്കഥ, രാജസേനൻ സാറിന്റെ സംവിധാനം, ടീം വർക്കായിരുന്നു. അതെ, ആ ടീമിലുണ്ടായ എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ചേട്ടനെ ഒരുപാട് സ്നേഹിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരായ പ്രേക്ഷകരെല്ലാം. ആ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ ഷോ എപ്പോഴും കാണാൻ സാധിച്ചില്ലെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഷോയാണിത്. തന്നെയല്ല, ഈ വെറൈറ്റി പല വെറൈറ്റി പിന്നെ പരിപാടികൾ കാണാനും, അതുപോലെ ഈ നല്ല പ്രേക്ഷകരിൽ നിന്നുള്ള ഈ കയ്യടിയും ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഇല്ലാത്തൊരാവേശം തോന്നുകയാണ്. താങ്ക് യു ഏട്ടാ, ഒരുപാട് സന്തോഷം. ഇത്രയും നേരം ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ വന്ന് ചേട്ടൻ്റെ അനുഭവ കഥകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിൽ, ഒപ്പം ചേട്ടനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും സുഖങ്ങളും സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഏട്ടാ, താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. ദിസ് ഇസ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതിന് ആളെ പിന്നെ പുറത്താക്കുക, ഇല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടി അല്ല. നീ എന്നാണ് ക്ലാസ്സിൽ പോകാത്തത്? പരീക്ഷയായിരുന്നു, നിസ്സാരം പരീക്ഷയായിരുന്നു.
പരീക്ഷയിൽ നീ ക്ലാസ്സിൽ പോകാത്തതിന് നിന്നെ പുറത്താക്കിയത് നിനക്ക് കുറ്റമല്ലടാ. കൈരളി TMT സ്റ്റീൽ ബാസ് ഇത് കലക്കിട്ട ബ്രോ. കൈരളി TMT സ്റ്റീൽ ബാസ് ഇത് കലക്കിട്ട ബ്രോ. തിരിച്ചു വരാം. ദിസ് ഇസ് ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ ഒരു എപ്പിസോഡ് ഇതാ അവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചറോ? സോറി, ഗുഡ് മോർണിംഗ് സർ. നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന്? അതെ, അശ്വതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ട്യൂഷൻ എടുക്കാന്ന്. അതെ, ഇത് അശ്വതി ചേച്ചി അല്ല, ഇത് ദേവികയാണ്. അശ്വതി ഇല്ല, അശ്വതി വയ്യാതെ കിടക്കുകയാണ്. എനിക്ക് 2 ദിവസം കഴിഞ്ഞ എക്സാം ആണേ. എക്സാമിന് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? അത് ഇന്നലെയാണ് ടൈം ടേബിൾ കിട്ടിയത്. ഓഹോ, ടൈം ടേബിൾ അനുസരിച്ച് നീ പഠിക്കൂ? അല്ല, പിന്നെ നാളെ മഴ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്നെ കുട നൂർത്തി പിടിക്കും ആരെങ്കിലും. അത് ശരി, ഭയങ്കര മിടുക്കനാ നീ. അശ്വതി ചേച്ചി ഇനിയിപ്പോ എന്ത് ചെയ്യും? അശ്വതി ചേച്ചി വരാന്ന് പറഞ്ഞാണല്ലോ. അശ്വതി? ഒരു കാര്യം ചെയ്യും, സുരാജ് എന്നെ പഠിപ്പിക്കും. ഞാൻ നിന്നെ പഠിപ്പിക്കാനാ? എന്റെ പൊന്നോ, അതിനെക്കാളും നിന്നെ ആറ്റിലൊഴുക്കി വിടുന്നതല്ലോ. നീ നന്നാവിടെ, ആരെങ്കിലും കൊണ്ട് നന്നായിട്ട് പഠിച്ച് നീ രക്ഷപ്പെടാന്നോ? സുരാജിനെ പഠിപ്പിക്കുക, എനിക്ക് പഠിക്കണം. നീ മര്യാദക്ക് സ്കൂളിലെങ്ങാനും പോയി പഠിക്കടാ. അതെങ്ങനെ? അവരെന്നെ പുറത്തേക്കില്ലേ? നിന്നെ എന്തിനാ സ്കൂൾ അധികൃതർ പുറത്താക്കാൻ കാരണം? അതിന്റെ കഥയൊന്നും പറയണ്ട. ഞാനും മഹേഷുമായിട്ടേ ഒരു വഴക്കുണ്ടായി. എന്തേ? അങ്ങനെ വഴക്ക് മുറുകി ഞാനൊരു കല്ലെടുത്ത് പതുക്കെ അവനൊന്ന് എറിഞ്ഞു. അവൻ തിരിച്ച് അതേ സ്പീഡിൽ തന്നെ എന്നെ എറിഞ്ഞു. അങ്ങനെ മുറുകി ഞാൻ ഒന്നും കൂടി എടുത്ത് എറിഞ്ഞു. അവന്റെ നെറ്റി പൊട്ടി. അങ്ങനെ എന്നെ പുറത്താക്കി, എന്നെ മാത്രം പുറത്താക്കി. അത് സ്കൂൾ അധികാരികൾ ചെയ്തത് വളരെ തെറ്റായ നടപടിയാണ്. കാരണം കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് ഇയാളെ മാത്രം പുറത്താക്കി. അതെന്താ മഹേഷിനെ പുറത്താക്കാത്തത്? അതെങ്ങനെ പുറത്താക്കും? മഹേഷ് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലേ? ഹെഡ് മാസ്റ്ററെയാണ് നീ തലയെറിഞ്ഞ് പൊട്ടിച്ചത്. മോനെ, നമ്മള് രക്ഷിതാക്കളെയും ടീച്ചേഴ്സിനെയും ഒന്നും പറയാൻ പാടില്ല. അവരെപ്പോഴും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ വേണം. മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പ്രമാണം. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവരൊന്നും സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ല എന്ന് പറഞ്ഞിട്ടേ അവരെന്നെ പരീക്ഷയ്ക്ക് തോൽപ്പിച്ചു. അത് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അധ്യാപകര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതിന് ആളെ പിന്നെ പുറത്താക്കുക, ഇല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടി അല്ല. നീ എന്നാണ് ക്ലാസ്സിൽ പോകാത്തത്? പരീക്ഷയായിരുന്നു, നിസ്സാരം പരീക്ഷയായിരുന്നു. പരീക്ഷയായിരുന്നു നീ ക്ലാസ്സിൽ പോകാത്തതിന് നിന്നെ പുറത്താക്കിയത് നിനക്ക് കുറ്റമല്ലടാ. ചേച്ചി ഒരു കഥ പറഞ്ഞു തരട്ടെ? വല്ല അമ്മയുടെ പൂച്ചയുടെ മുയലിന്റെ കഥയാണോ? അയ്യേ, അതൊന്നുമില്ല. അല്ല, സാധാരണ ഈ മുതിർന്ന ആൾക്കാരെ പിള്ളേരോട് പറയണം അമ്മയുടെ പൂച്ചയുടെ മുയലിന്റെ കഥ. മോൻ തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? വലിയ ശാസ്ത്രജ്ഞൻ കേട്ടിട്ടുണ്ടല്ലോ. ഈ തോമസ് ആൽവ എഡിസന്റെ അച്ഛൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു മരം ഭയങ്കര ഇഷ്ടമായിട്ട് നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. ഈ അച്ഛൻ എന്നും നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്ന ഈ മരം തോമസ് ആൽവ എഡിസൺ ഒരു ദിവസം കോടാലി കൊണ്ട് വെട്ടിമുറിച്ചു. എന്നിട്ടോ ഈ അച്ഛൻ ഇത് കാണുകയും ചെയ്തു. എന്നിട്ട് ഈ അച്ഛൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇത്രയും സ്നേഹിച്ച് എത്രയും നട്ടു വളർത്തിയ മരം വെട്ടിയിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. അതെന്താ കാരണം എന്നറിയോ? അതാണ് അദ്ദേഹത്തിന്റെ ക്ഷമ. അതാണ് നമ്മൾ നോക്കി പഠിക്കുന്നത്. ക്ഷമയാണ് ഒരു മനുഷ്യന് വേണ്ടത്. അത് ക്ഷമയൊന്നുമല്ല. അച്ഛൻ വരുന്ന സമയത്തേ ഈ മകന്റെ കയ്യിൽ കോടാലി ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പറഞ്ഞ അപ്പ കൊടുക്കും കോടാലിയായിട്ട്. അത് പേടിച്ചില്ല, അല്ലാതെ ക്ഷമ കൊണ്ടൊന്നല്ല. പറഞ്ഞിട്ട് കഥയില്ലടാ. നിന്റെ അച്ഛനും ക്ലിയർ ഒന്നും അല്ലല്ലോ. നിന്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയല്ലേ? എടാ, അച്ഛനോ ഗുണ്ടയായി, നീയെങ്കിലും നന്നായിക്കൂടെ? നിനക്കെങ്കിലും നന്നായിക്കൂടെ? കമ്പനി നന്നായാലേ പ്രോഡക്റ്റ് നന്നാവത്തുള്ളൂ. അങ്ങനെ ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഗംഭീരമായ ഒരു എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.